നമസ്കാരം. മലപ്പുറം കൂരിയാട് നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാത തകർന്ന സംഭവത്തിൽ കരാർ കമ്പനിക്കെതിരെ നടപടി. KNR കൺസ്ട്രക്ഷനെ ഡീബാർ ചെയ്ത കേന്ദ്ര സർക്കാർ കമ്പനിയുമായുള്ള കരാറുകൾ മരവിപ്പിച്ചു. 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഈ നടപടി കൊണ്ട് ഹൈവേയുമായി ബന്ധപ്പെട്ട വിഷയം പരിഹരിക്കപ്പെടുമോ? ഈ ചർച്ചയിൽ ശ്രീ വി വസീഫ് CPM, ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി മുസ്ലിം ലീഗ്, ശ്രീ KVS ഹരിദാസ് BJP, ശ്രീ ആർ ശ്രീധർ പരിസ്ഥിതി വിദഗ്ധൻ എന്നിവർ. ആദ്യം ശ്രീ KVS ഹരിദാസ്, ദേശീയപാതയുടെ ഈ സ്ട്രെച്ച് 11 ദിവസത്തിനുള്ളിൽ പൂർത്തിയാകാനിരിക്കെ 93% പണിയും കഴിഞ്ഞ ഘട്ടത്തിലാണ് ഇങ്ങനൊരു അപകടമുണ്ടായിരിക്കുന്നത്. ഇന്ന് KNR കൺസ്ട്രക്ഷൻസ് തന്നെ പറയുന്നത് പെട്ടെന്ന് തീർക്കാനുള്ള സമ്മർദ്ദം ഞങ്ങളിൽ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മണ്ണ് കൂടുതൽ നനവുള്ളതായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ സാധാരണ ഇതുപോലെയുള്ള വലിയ കൺസ്ട്രക്ഷനിൽ വിശദമായ സോയിൽ സ്റ്റഡിക്ക് ശേഷമാണ് ഏത് തരത്തിലുള്ള നിർമ്മാണം എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ വയലിൽ നടത്തിയിട്ടുള്ള നിർമ്മാണം എങ്ങനെയാണ് പൊളിഞ്ഞത് എന്ന് ഇപ്പോൾ എഞ്ചിനീയറിംഗ് വിദഗ്ധർ വിശദീകരിക്കുന്നുണ്ട്. മുൻകൂട്ടി ഈ കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു മലപ്പുറം ജില്ലാ വികസന സമിതി യോഗത്തിലടക്കം എന്നുള്ളതും വ്യക്തമാണ്. ചില MP-മാർ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി നിവേദനവും നൽകിയിരുന്നു. ഇതൊക്കെ പൊളിഞ്ഞു വീഴുമ്പോഴാണല്ലോ നമുക്ക് കാര്യങ്ങൾ ബോധ്യമാവുന്നത്. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാനാണ്? 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തതുകൊണ്ട് കേരളത്തിലെ ദേശീയപാത പ്രശ്നം പരിഹരിക്കുമോ? അഭിലാഷേ, ദൗർഭാഗ്യകരമായ സംഭവമാണ്. ഒരു സംശയമില്ല കാര്യത്തിൽ. അതുണ്ടാവാൻ പാടില്ലായിരുന്നു എന്ന കാര്യത്തിലും 2 അഭിപ്രായമില്ല. ഇവിടെ നമ്മൾ കാണേണ്ടത് അത് സംഭവിച്ചു. ഏതായാലും അതിൻ്റെ പേരിൽ വിശദമായ അന്വേഷണത്തിന് സർക്കാർ തയ്യാറാകുന്നുണ്ട്. ഇന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ നിതിൻ ഗഡ്കരിയുമായിട്ട് വിശദമായിട്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുമുണ്ട്. BJPയുടെ ഒരു പ്രതിനിധി സംഘം ഡൽഹിയിലേക്ക് പോകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ച ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ കരാർ കമ്പനിക്കെതിരായിട്ട് നടപടിയെടുത്തു എന്ന് അഭിലാഷ് തന്നെ പറഞ്ഞു. ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത്, ഇനി എങ്ങനെയാണ് ഇത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക എന്ന് പഠിക്കാൻ, മനസ്സിലാക്കാൻ ഒരു വിദഗ്ധ സംഘത്തെയും കേന്ദ്ര സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. IIT-യിൽ നിന്നുള്ള വിദഗ്ധന്മാർ ഉൾപ്പെടെയുള്ള സംഘം വന്ന് കാര്യങ്ങൾ പരിശോധിക്കും. അത് ഇപ്പോൾ അപകടം നടന്ന ഒരു സ്ഥലത്ത് മാത്രമാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതലുകൾ എന്തെല്ലാം വേണം എന്നുകൂടി ഈ വിദഗ്ധ സംഘം പരിശോധിക്കും, നടപടിയെടുക്കും. അല്ല, നടപടിയെടുക്കുമെന്ന് പറയുമ്പോൾ അവിടെ ശ്രീ KVS ഈ തൊണ്ടയാട് മുതൽ വളാഞ്ചേരി വരെ 93% പണിയും കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തീകരിക്കാനിരിക്കുകയാണ്. നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങളുണ്ട്. വർഷത്തിൽ 230 ദിവസം മഴ പെയ്യുന്ന, വയലുകളുള്ള, അയഞ്ഞ മണ്ണുള്ള, സവിശേഷമായ ഭൂപ്രകൃതിയുള്ള കേരളത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മറ്റ് ഒരിടത്തേതുപോലെ ആകരുത് എന്ന് നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ പണിത് വെച്ചിരിക്കുന്ന 93% പൂർത്തിയായിട്ടുള്ള ഹൈവേ ഉണ്ടല്ലോ, അതിനെന്ത് സംഭവിക്കുമെന്ന ആശങ്ക ജനങ്ങൾക്കുണ്ട്. ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? പലയിടത്തും വിള്ളലുകൾ രൂപം കൊണ്ടിട്ടുണ്ട്. വലിയ മഴക്കാലം വന്നിട്ടില്ല, വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ 2 മഴ കഴിഞ്ഞാൽ തീർന്നു പോകുന്ന റോഡാണോ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണല്ലോ നമ്മളെ സംബന്ധിക്കുന്ന ഏറ്റവും ആശങ്കാജനകമായ വിഷയം. അഭിലാഷ്, ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഗവൺമെൻറ് കേരളത്തിൽ മാത്രമല്ല ദേശീയപാത നിർമ്മിക്കുന്നത്. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ, ഗുജറാത്ത് മുതൽ അങ്ങ് വടക്കേ കിഴക്കൻ അതിർത്തി വരെ ദേശീയപാതകളുടെ ഒരു വലിയ പരമ്പര തന്നെ നിർമ്മിക്കുന്നുണ്ട്. ഏതാണ്ട് 1,46,195 കിലോമീറ്റർ ഉണ്ട് ഇന്ന് ഇന്ത്യയിലെ ദേശീയപാത. 2014 മൻമോഹൻ സിംഗ് ഇറങ്ങി മോഡി ഗവൺമെൻറ് ഏക്കുന്ന സമയത്ത് അത് 91,000 ആയിരുന്നു. അത്രമാത്രം പുതിയത്, ഏതാണ്ട് 1/3, 47 മുതൽ നിർമ്മിച്ചതിനേക്കാൾ ഏറെ ഒരു 1/3 കൂടുതലായിട്ട് ഈ ഗവൺമെൻറ് കാലത്ത് നിർമ്മിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള ഒരു ആക്ഷേപം ഞാനോ നിങ്ങളോ വേറെ എവിടെയും കേട്ടിട്ടില്ല. ഇപ്പോൾ ബാംഗ്ലൂർ മൈസൂർ ദേശീയപാത ഉണ്ടാക്കിയ സമയത്ത് നമ്മളിവിടെ ഓർക്കേണ്ട കാര്യമാണ്, അത് ആദ്യത്തെ മഴ പെയ്തപ്പോൾ വെള്ളക്കെട്ട് വന്നു, യാത്ര ചെയ്യാൻ പറ്റാത്ത പ്രശ്നം വന്നു, ബഹളം നമ്മൾ കണ്ടതാണ്. കാരണം അതിൽ ചില പോരായ്മകൾ ഉണ്ടായിരുന്നു. കാരണം ഇവർ വെള്ളം പോകാൻ നിശ്ചയിച്ചിരുന്ന സ്ഥലത്തുകൂടിയല്ല വെള്ളം വന്നത്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചു. അതിനുശേഷം അവിടെ പരാതി ഉയർന്നിട്ടില്ലല്ലോ. അപ്പോൾ എവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ, പരിഹരിക്കാൻ വിദഗ്ധ സമിതിയുണ്ട്, വിദഗ്ധന്മാരുണ്ട്, അവരത് ചെയ്യും.
കേരളത്തിൽ ഉൾപ്പെടെ. ഇപ്പോ ഒരു അപകടം വരുന്നത് വരെ എന്തായിരുന്നു ചെയ്തത് എന്ന പ്രശ്നമുണ്ടല്ലോ. ഉടലെടുത്തതുകൊണ്ട് ആരാണ് ഇതിന്റെ ഡിസൈൻ നടത്തുന്നത്? NHAI ആണ്. NHAI 3 ഏജൻസികളെ വെച്ചു മലപ്പുറത്തിന് വേണ്ടി. 3 പുറത്തുനിന്നുള്ള ഏജൻസികൾ, സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ള 3 ഏജൻസികളാണ് ഇതിന്റെ ഡിസൈനിങ് നടത്തിയിട്ടുള്ളത്. ടെൻഡർ കൊടുത്തത് NHAI ആണ്. NHAI ഈ ടെൻഡർ കൊടുത്തിരിക്കുന്നത് KNR കൺസ്ട്രക്ഷൻ എന്ന 18,000 കിലോമീറ്റർ ഹൈവേ ഉണ്ടാക്കി പരിചയമുള്ള കമ്പനിക്ക് തന്നെയാണ്. കമ്പനിക്ക് പരിചയക്കുറവുണ്ട് എന്ന് ഒന്നും ആരും പറയില്ല. അങ്ങനെയുള്ള കമ്പനിക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ സൂപ്പർവിഷൻ നടത്താനുള്ള ഉത്തരവാദിത്വം NHAI നിയോഗിക്കുന്ന എഞ്ചിനീയർക്കാണ്. ഇതിന്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം NHAIക്കാണ്. അപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ടാണ് നടക്കുന്നത്? മാനദണ്ഡങ്ങൾ പാലിച്ചാണോ? ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ പൂർണ്ണമായും ക്വാളിറ്റി ഉള്ളതാണോ? ഇതൊക്കെ വിലയിരുത്തേണ്ട, ഇതൊക്കെ ഒബ്സർവ് ചെയ്യേണ്ട, ഒപ്പം പാരിസ്ഥിതികമായ ഘടകങ്ങൾ പരിഗണിച്ചാണോ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത്? ഇതിനൊക്കെ വലിയ ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ ഈ കരാർ കമ്പനിയുടെ 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ല അഭിലാഷ്, തിരക്ക് പിടിക്കരുത് ഓരോ കാര്യത്തിലും. ഞാനൊന്ന് പറയാനുള്ള പൂർത്തിയാക്കാനുള്ള സമയം തരാം. ഇക്കാര്യത്തിൽ ആവേശം കാണിച്ചിട്ട് കാര്യമില്ല എന്ന് എനിക്കും നിങ്ങൾക്കും ഒക്കെ അറിയാം. ഇവിടെ ഓരോ ഘട്ടത്തിലും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാർ പരിശോധിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. നിർമ്മാണ മേഖലയിൽ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു കൺസൾട്ടൻറ്റിനെയും നിയമിച്ചിട്ടുണ്ടായിരുന്നു. ആ കൺസൾട്ടൻറ്റിനെയും ഇപ്പോൾ കേന്ദ്ര സർക്കാർ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എടുക്കേണ്ടുന്ന ശക്തമായ നടപടികൾ വിത്തിൻ അവേഴ്സ് ചെയ്തിട്ടുണ്ട്, നടത്തിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ വിദഗ്ധമായ പഠനത്തിന് വിധേയമാക്കേണ്ടതുണ്ട്. ഇവിടെ അഭിലാഷ് പറഞ്ഞതുപോലെ പരിസ്ഥിതി പ്രശ്നങ്ങളുണ്ടെങ്കിൽ, മണ്ണിൻ്റെ ഉറപ്പാക്കിയിട്ടില്ലെങ്കിൽ, ഭൂമിയുടെ ഉറപ്പിനെക്കുറിച്ച് ബോധ്യം വന്നിട്ടില്ലെങ്കിൽ, ഇതൊക്കെ തന്നെ ഈ വരുന്ന വിദഗ്ധ സംഘം പരിശോധിക്കും. ഞാനോ നിങ്ങളോ അത്തരം കാര്യങ്ങളിൽ വൈദഗ്ധ്യമുള്ളവരാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. നിങ്ങൾക്ക് അവകാശം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അത് പരിശോധിക്കട്ടെ. പക്ഷെ ഒരു കാര്യം കൂടി, ഇത് അവർ പൂർത്തിയാക്കി NHAIക്ക് കൈമാറിയിട്ടില്ല എന്നതും കൂടി മനസ്സിലാക്കണം. NHAIക്ക് കൈമാറിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ, അതിൻ്റെ പണി പൂർത്തിയാക്കിയിട്ട് NHAIയെ ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ ഗുരുതരമായിരുന്നു സിറ്റുവേഷൻ. ഇപ്പോൾ NHAIയെ സംബന്ധിച്ചിടത്തോളം അവരെ ഇത് ഏൽപ്പിച്ചിട്ടില്ല, പണി പൂർത്തിയായി വരുന്നതേ ഉള്ളൂ. ആ ഒരു ആസ്പെക്റ്റും കൂടി കാണണം. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഇത്തരം പ്രത്യേകിച്ച് കേരളത്തിൽ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത വേണ്ടതുണ്ട് എന്നുള്ള ബോധ്യം കേന്ദ്ര സർക്കാരിനും ഉണ്ടാകും ഇതുവഴി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, ശ്രീ വി വസീഫ്, മലപ്പുറം ജില്ലയിലാണ് ദേശീയപാത നിർമ്മാണം ഏറ്റവും അധികം പൂർത്തീകരിച്ചിരിക്കുന്നത്. 90% അടുക്കുന്നു, കംപ്ലീഷനിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നോക്കൂ, കുറ്റിപ്പുറം പാലം, പണ്ട് ഇടശ്ശേരി ഗോവിന്ദൻ നായർ കവിത എഴുതിയ കുറ്റിപ്പുറം പാലത്തിന് ബദലായി പുതിയ മനോഹരമായ 2 വശത്തേക്ക് പോകാവുന്ന പാലം വരുന്നു. നമ്മൾ രോമാഞ്ചമണിയുന്നു. മുഹമ്മദ് റിയാസ് പോസ്റ്റ് ചെയ്യുന്നു. വട്ടപ്പാറ വളവ്, ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്ന മലബാറിലെ മേഖലയാണ്. വട്ടപ്പാറ വളവ് നിവർത്തിക്കൊണ്ട് ഒരു വയഡക്റ്റ് വരുന്നു. മനോഹരമായ ദൃശ്യം, അതിൻ്റെ ഡ്രോൺ ദൃശ്യങ്ങൾ കാണാൻ കൊള്ളാം, സുന്ദരം. നമ്മൾ വീണ്ടും പുളകമണിയുന്നു. പിന്നെ ഇത് പൊളിഞ്ഞു വീഴുന്നു എന്ന വാർത്തയാണ് കേൾക്കുന്നത്. ഈ നല്ല മുകളിൽ നിന്നുള്ള ആകാശ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് രോമാഞ്ചം വരും. പക്ഷേ ഇതൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ഇനി നാഷണൽ ഹൈവേ അതോറിറ്റിയുടേത് എന്ന് പറയുമ്പോൾ പ്രശ്നം PWDയുടെ എഞ്ചിനീയർമാർ, നമ്മുടെ സാങ്കേതിക വിദഗ്ധന്മാർ ഈ കാര്യം ശരിയാണ്, ഇതിൻ്റെ പണിയൊക്കെ ചെയ്യുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഏൽപ്പിച്ചിട്ടുള്ള കോൺട്രാക്ടർമാരാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ മേൽനോട്ടവും പരിശോധനയും സുരക്ഷാ വിലയിരുത്തലുമൊക്കെ നടത്താനുള്ള ഉത്തരവാദിത്വം ഉണ്ടായിരുന്നോ, നിർവഹിച്ചോ, അതോ ഈ റീൽസ് ഡ്രോൺ ദൃശ്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ? അഭിലാഷേ, നിങ്ങൾ ഈ കേരളത്തിലെ വലതുപക്ഷത്തിൻ്റെ ഒരു പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് എന്ന് മനസ്സിലാക്കുന്നു. നിങ്ങളെപ്പോലെ ഒരു മാധ്യമപ്രവർത്തകൻ NHAIയുടെ ഈ ഒരു പ്രവൃത്തിയിൽ എന്താണ് കേരളത്തിൻ്റെ റോള് എന്ന് കൃത്യമായി അറിയുന്ന ആളാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പിന്നെ ചോദിക്കണമല്ലോ, കാരണം നമ്മുടെ കേരളത്തിൽ ഈ നാഷണൽ ഹൈവേ പദ്ധതി ഉപേക്ഷിച്ചു പോയിരുന്നു. കേരളത്തിൽ നമുക്കറിയാമല്ലോ, 2015 ഇത് അവസാനിപ്പിച്ചു പോയ ഒരു പദ്ധതിയെ 2019 പിന്നീട് 2016 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തി. പിന്നെ 2019 കൂടിയാണ് ഇതിൻ്റെ ചർച്ചകളെല്ലാം പൂർത്തീകരിച്ച് അതിൽ 25% പണം, ഭൂമി ഏറ്റെടുക്കലിൻ്റെ 25% പണവും കേരളം കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയുള്ളൊരു ഡിമാൻഡ് പോലും മനസ്സില്ലാ മനസ്സോടെ നമ്മൾ ഏറ്റെടുക്കുക. കാരണം പണമില്ലാഞ്ഞിട്ടും നമ്മൾ പണം കൊടുക്കാമെന്ന് പറയുന്നു. കാരണം കേരളത്തിൻ്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിന്, കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് ദേശീയപാത അനിവാര്യമാണ്
എന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് കേരളത്തിലെ ഗവൺമെന്റ് പിണറായി വിജയൻ ഇതിൽ കമ്മിറ്റ് ചെയ്യുന്നത്. സ്ഥലം ഏറ്റെടുക്കുന്നു. ഞാൻ പറഞ്ഞോട്ടെ, കേരളത്തിന്റെ പ്രാധാന്യമുണ്ട്. 5800 കോടി മുടക്കി, ഇതൊന്നും ആരും ഡിസ്പ്യൂട്ട് ചെയ്തില്ല. പക്ഷെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ, കേരളീയരായ മനുഷ്യർ, NHAI കരാറ് കൊടുത്ത ആളുകൾ പണിയുന്ന, അല്ലെങ്കിൽ NHAIക്ക് നിർമ്മാണ ഉത്തരവാദിത്വമുള്ള ഈ പാതയിൽ ഉണ്ടാവുന്ന അപകടത്തിൽ അങ്ങേയറ്റം ആശങ്കാകുലരാണ്. അവരുടെ ജീവനും സ്വത്തും പേടിക്കുന്നു എന്ന പ്രശ്നം അത് അഡ്രസ് ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരാണല്ലോ. അല്ല, അവരുടെ ഈ ആശങ്ക നമ്മൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ജനങ്ങളുടെ ജീവിതവും അവരുടെ സുരക്ഷിതത്വവും ഒക്കെ നമ്മളൊരു പ്രശ്നം തന്നെയാണ്. പക്ഷേ ഇതിന്റെ നിർമ്മാണവും അതിന്റെ ഉത്തരവാദിത്വവും ഒക്കെ ആർക്കാണ്? അത് കേന്ദ്ര ഗവൺമെന്റിനാ. ഇതിന്റെ NHAIക്കാ, നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ്. ഇതെല്ലാവർക്കും അറിയുന്നല്ലേ. പിന്നെ നിങ്ങൾ പറഞ്ഞു ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ കേരളത്തിന് ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി, അല്ലെങ്കിൽ കേരളത്തിന് ആവേശം കൊടുത്തു. അതൊക്കെ ശരി തന്നെയാ. ഉപേക്ഷിച്ചു പോയ പദ്ധതിയാണ്, കേരളത്തിൽ മുടങ്ങിപ്പോയ പദ്ധതിയാണ് തിരിച്ചു വരുന്നത്. അത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് താല്പര്യത്തോടെ, ആവേശത്തോടെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. അതിന് ഇടതുപക്ഷത്തിന്റെ പങ്കുണ്ട്. ആ പങ്ക് ഞങ്ങൾ പറയും എന്ന് കരുതി അതിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഞങ്ങൾക്കാണ് എന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഇവിടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ട് ഇതിന്റെ ക്രെഡിറ്റ് പൂർണ്ണമായും ഇടതുപക്ഷത്തിന് പോകരുത് എന്ന് കരുതി നിതിൻ ഗഡ്കരി ജിയുടെ റോഡ് എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ ET മുഹമ്മദ് ബഷീർ നിതിൻ ഗഡ്കരിയെ കണ്ടു എന്നൊക്കെ പറയുന്നു. കേരള ഗവൺമെന്റ് കണ്ടതിന്റെ പുറമെ ഇവരും കണ്ടതിന്റെ വാർത്തകളൊക്കെ വരുന്നുണ്ടല്ലോ. അങ്ങനെയാണ് അതിന്റെ ആവശ്യം എന്താ? ഇതിന്റെ നിർമ്മാണത്തിലെ പൂർണ്ണമായ ഉത്തരവാദിത്വം BJP ഗവൺമെന്റിനാണ്. അവർ കൊടുത്ത കരാറുകാരാണ്. ഓരോ റീച്ചിന് ഓരോ കരാറുകാർ വന്നാണ് പണിയെടുക്കുന്നത്. വ്യത്യസ്ത തരത്തിലാണ് പണി നടക്കുന്നത്. വ്യത്യസ്ത വേഗതയിലൊക്കെയാണ് പല ഇടങ്ങളിലും പണി നടക്കുന്നത്. വ്യത്യസ്ത സ്ഥലങ്ങളിൽ മണ്ണ് കിട്ടുന്നതിന്റെ പ്രശ്നങ്ങൾ, മറ്റു മെറ്റീരിയലുകൾ കിട്ടുന്നതിന്റെ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് സംസ്ഥാന ഗവൺമെന്റ് ഇടപെട്ട് കൊടുക്കുന്നത്. ഫോറസ്റ്റിന്റെ ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റാണ് ഇടപെടേണ്ടത്. KSEBയുമായിട്ട് പോസ്റ്റ് മാറ്റുകയും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ പോസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ KSEB ആണ്, ആ വകുപ്പാണ് ഇടപെടുന്നത്. അങ്ങനെയൊക്കെയാണ് ഗവൺമെന്റ് ഇടപെടുന്നത്, അതിന്റെ മേൽനോട്ടം വഹിക്കുന്നത്. അല്ലാതെ ഇതിന്റെ മറ്റ് വശങ്ങളിലേക്ക്, ഇതിന്റെ ക്വാളിറ്റിയിലേക്ക്, ഇതിന്റെ നിർമ്മാണ പ്രവൃത്തിയിലേക്ക്, കരാറ് കൊടുക്കുന്നതിലേക്ക്, കരാറുകാരെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഒന്നും നമ്മളല്ലല്ലോ. ഇപ്പോൾ കരാറുകാരെ ഡീബാർ ചെയ്തു എന്ന് പറയുന്നു. അതും ആരാ ചെയ്തത്? കേന്ദ്ര ഗവൺമെന്റാ. അവരാ ഇതിൽ പൂർണ്ണമായി മേൽനോട്ടം വഹിക്കുന്നത്. അപ്പൊ നമ്മൾ അതിനെ വല്ലാത്ത രീതിയിൽ കേരളത്തിന്റെ എന്തോ ഒരു പോരായ്മയാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും അതിലെന്തോ ഒരു കിട്ടിപ്പോയി, എന്തോ ഒരു അവസരം കിട്ടിപ്പോയി എന്നുള്ള തലത്തിൽ ചില മാധ്യമ പ്രവർത്തകരും ചില രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ പറയുന്നത് പോലെ പറയരുത്. കേരളത്തിന്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് അനിവാര്യമാണ് എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഗവൺമെന്റ് ഇതിൽ ഇടപെട്ടത്. അതിന്റെ ഓരോ പദ്ധതി ഘട്ടങ്ങളിൽ നമുക്ക് എങ്ങനെ സ്പീഡാക്കാൻ പറ്റും, നമുക്ക് എങ്ങനെ ഇടപെടാൻ പറ്റും എന്നുള്ളത് ആലോചിച്ചുകൊണ്ടാണ്. ഇപ്പൊ GST, ഇതിന്റെ ഉൽപ്പന്നങ്ങൾക്കൊക്കെ ഉള്ള GST ഒഴിവാക്കി കൊടുക്കണം എന്ന് പോലുമുള്ള തീരുമാനം എടുക്കുക ഗവൺമെന്റ്. അങ്ങനെ പരമാവധി ഇതിന്റെ സൗകര്യം സഹകരിച്ച് മുന്നോട്ട് പോകുക. എവിടെയെങ്കിലും എവിടെയെങ്കിലും ഉടക്കുണ്ടാക്കി അത് മുടക്കം വരുത്താനല്ല നമ്മൾ ശ്രമിച്ചത്. ശരി, ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി, തലപ്പാടി മുതൽ ചാവക്കാട് വരെ NH66 കേരളത്തിൽ കൂടി കടന്നു പോകുന്ന ഭാഗം ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു 10-15% വർക്കാണ് പലയിടത്തും ബാക്കിയുള്ളത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് ഇവിടെ ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. മൂരിയാട്, തലപ്പാറ പോലെയുള്ള ചില ഭാഗങ്ങളിൽ വിള്ളൽ രൂപപ്പെടുകയും ചെയ്തു. അപ്പോൾ ഞാൻ മലപ്പുറം ജില്ലയിൽ തന്നെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു. വട്ടപ്പാറ വളവ്, അതുപോലെ തന്നെ കുറ്റിപ്പുറം പാലം. വലിയ നിർമ്മാണ പ്രവർത്തനമാണ്, ചെറിയ നിർമ്മാണ പ്രവർത്തനമല്ല. നമ്മുടെ നാട്ടിൽ ഇതുവരെ ഇല്ലാത്ത അത്രയും വലിയ റോഡാണ്, 6 വരി പാതയാണ്. അപ്പോൾ ചിലയിടത്ത് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നം ആ ഇടത്ത് പരിഹരിക്കണം എന്നുള്ളതിനപ്പുറത്ത് ദേശീയപാത ആകെ പ്രശ്നമാണ് എന്ന് പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? അല്ല, എൻ്റെ സുഹൃത്ത് വസീഫ് ഇവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. കാരണം കേരളത്തിൽ ഇത്തരത്തിലുള്ള നല്ല റോഡുകൾ വേണം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും വിയോജിപ്പില്ല. ഞങ്ങളൊക്കെ അതിനോട് സഹകരിച്ചവരുമാണ്. അതുകൊണ്ടാണ് ഒരു പക്ഷേ ഇന്ത്യ രാജ്യത്ത് തന്നെ ആദ്യത്തെ എക്സ്പ്രസ് വേ എന്നുള്ള വീക്ഷണം കേരളത്തിൽ കൊണ്ടുവന്നത് ഡോക്ടർ MK മുനീർ പൊതുമരാമത്ത് മന്ത്രിയായിരിക്കുമ്പോഴാണ്. അത് 100 മീറ്റർ വീതിയിൽ, അതും ദേശീയപാത ഉപയോഗപ്പെടുത്താതെ 6000 കോടി രൂപ ചെലവിലാണ് നോർത്ത് സൗത്ത് എക്സ്പ്രസ് വേ എന്ന ആശയം കൊണ്ടുവന്നത്. അന്ന് ആശയത്തെ കൊണ്ടുവന്നപ്പോൾ അന്ന് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്ന ചില കാര്യങ്ങൾ, ഒന്നിവിടുത്തെ പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ പ്രകൃതിയിൽ ഒരുപാട് സസ്യജാലങ്ങൾ നഷ്ടപ്പെട്ടു പോകും.
അതോടൊപ്പം തന്നെ ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർക്ക് അത് വളരെ ഭംഗിയോടുകൂടി പറഞ്ഞത് ഗോപാലന് പശുവിന് അപ്പുറം കടത്താൻ കഴിയില്ല, പാൽക്കാരി പാറുവിൻ്റെ പശുവിനെ എങ്ങനെ കൊണ്ടുപോകും എന്നൊക്കെ വളരെ മനോഹരമായ ചോദ്യങ്ങൾ ഉന്നയിച്ച് അവരൊരു പാരിസ്ഥിതിക വിഷയം ഉയർത്തിക്കൊണ്ടുവന്നാണ് അന്ന് ആ വിഷയത്തെ പ്രതിരോധിച്ചത്. നിങ്ങൾക്കൊക്കെ അറിയാം അന്ന് അത് ഉപേക്ഷിക്കേണ്ടി വന്നു. കാരണം അതിന് ആവശ്യമായ ധനം നൽകാമെന്നേറ്റ SBI പോലും ആ രംഗത്ത് നിന്ന് പിന്നെ അവസാനം പിന്മാറേണ്ടി വന്നു. അത്ര വലിയ പ്രക്ഷോഭമുണ്ടായി. അത് കഴിഞ്ഞ് ദേശീയപാതയുടെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടായി. ആ ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടായപ്പോഴും ഒരടി മുന്നോട്ട് പോകാൻ അനുവദിച്ചിട്ടില്ല. എല്ലാവരും ഇപ്പോൾ പറയുന്നുണ്ടല്ലോ ഞങ്ങളത് ഇട്ടേച്ചു പോയി എന്ന്. നിങ്ങൾക്കറിയില്ലേ, PK കുഞ്ഞാലിക്കുട്ടിയെയും ഇബ്രാഹിം കുഞ്ഞിനെയും ലീഗ് ഓഫീസിൽ വരെ കയറി പ്രതിരോധിച്ചു. എന്താ പറഞ്ഞത്? ചുങ്കപ്പാത വേണ്ട, ചുങ്കപ്പാത ഞങ്ങൾ അംഗീകരിക്കില്ല. അതിന് മുമ്പിൽ നിന്നത് ഇടതുപക്ഷങ്ങളായിരുന്നില്ലേ? എല്ലായിടത്തും ഇടതുപക്ഷമായിരുന്നു. ചുങ്കപ്പാത വേണ്ട, സാധാരണ ജനങ്ങളും കൂടെ കൂടി. ഇപ്പോൾ ചുങ്കപ്പാതയല്ലേ? ചുങ്കപ്പാത തന്നെയാണല്ലോ, ഒരു മാറ്റവും വരുത്തിയിട്ടില്ലല്ലോ, എല്ലാവർക്കും അറിയാം. അന്ന് ഉയർത്തിയ മുദ്രാവാക്യം അതാണ്. അത് കഴിഞ്ഞ് പിന്നീട് അന്ന് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇബ്രാഹിം കുഞ്ഞ് അന്ന് വളരെ ശക്തമായി പറഞ്ഞൊരു കാര്യം. അന്ന് ഇബ്രാഹിം കുഞ്ഞ് കമൽനാഥിന് കത്തെഴുതി. അദ്ദേഹം എഴുതിയ കത്തിൽ സൂചിപ്പിച്ച കാര്യം എന്താണ്? അങ്ങിവിടെ ഭൂമിയുടെ വില മാത്രം ഞങ്ങൾക്ക് തന്നാൽ പോരാ, ഭൂമിയുടെ വില മാത്രം ലഭിച്ചാൽ പോരാ, അതിനപ്പുറം ഇതുമൂലമുണ്ടാകുന്ന ഭൂ ഉടമകൾ മാത്രമല്ല ഒരുപാട് ആളുകൾക്ക് ഇതിന് നഷ്ടപരിഹാരം നൽകേണ്ടതുണ്ട്. കാരണം നിലവിലുള്ള റോഡിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ചെറുകിട വ്യാപാരികളുണ്ട്, സാധാരണ മനുഷ്യരുണ്ട്. ആ മനുഷ്യർക്കൊക്കെ ഈ വലിയ റോഡ് വരുമ്പോൾ, ഇരുഭാഗവും കൊട്ടിയടച്ച റോഡ് വരുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളുണ്ട്. ആ പ്രത്യാഘാതങ്ങൾ കൂടിയുള്ള നഷ്ടപരിഹാരം ഞങ്ങൾക്ക് കിട്ടണമെന്ന് പറഞ്ഞ് കത്ത് എഴുതിയത് ആരും മറക്കരുത്. പക്ഷേ എവിടെയും സ്ഥലമെടുക്കാൻ അനുവദിക്കാത്ത വിധം ഇതിനൊരു രാഷ്ട്രീയ പ്രക്ഷോഭമാക്കി മാറ്റിയിട്ട് ഈ റോഡ് നടക്കരുത് എന്ന നിലപാട് പക്ഷേ ഞങ്ങൾക്ക് ഈ റോഡ് നമ്മുടെ വിഷയം അതല്ല എങ്കിൽ പോലും അന്ന് നടന്നത് രാഷ്ട്രീയ പ്രശ്നം എന്നുള്ളതിലുപരി ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ ഇതുപോലെയുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ വരുമ്പോൾ പ്രാദേശിക തലത്തിൽ സമ്മർദ്ദം ഉണ്ടാവും. ലീഗ് ഓഫീസ് കോഴിക്കോട്ടെ ലീഗ് ഹൗസിലേക്ക് തന്നെ വലിയ ജനക്കൂട്ടം മാർച്ച് ചെയ്തു. അതൊക്കെ CPM-ന്റെ മുൻകൈയിലോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ മുൻകൈയിലോ അല്ല എന്നാണ് ഞാൻ അന്നത്തെ വാർത്തകൾ, അന്ന് നമ്മൾ അതുപോലെ വാർത്ത അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയം ണല്ലോ ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയൊക്കെ പ്രാദേശികമായ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ എല്ലായിടത്തും വരും. അതൊക്കെ കാണുമ്പോൾ ഇത് ഇട്ടിട്ട് പോകാമോ എന്ന രാഷ്ട്രീയ ചോദ്യം, നടത്താനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി വേണ്ട എന്ന ചോദ്യമൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ നമ്മുടെ പ്രശ്നം ഇപ്പോൾ അതേ അല്ല, ആരാണ് ഇത് കൊണ്ടുവന്നത് തുടങ്ങിയ കാര്യങ്ങൾക്കപ്പുറത്ത് ഇതിന്റെ സുരക്ഷ എന്നുള്ള പരമപ്രധാനമായ വിഷയം അവിടെ നിൽക്കണം. അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് വരുന്നത്. അഭിലാഷ്, ഞാൻ അങ്ങോട്ട് തന്നെയാണ് വരുന്നത്. ഞങ്ങൾക്ക് ആര് കുത്തിയാലും അരി വെളുക്കണം, അല്ലാതെ ആര് കുത്തുന്നു എന്നല്ല വിഷയം, അരി വെളുക്കണം എന്നതാണ്. ഞാൻ ഈ കാര്യം നടക്കണം, കേരളത്തിൽ റോഡ് വേണം. ആർക്കത് രണ്ട് അഭിപ്രായമില്ലാതെ ഉള്ളത്? ഈ റോഡ് നടക്കണം, കേരളത്തിൽ ഇത്തരത്തിലുള്ള പാതകളൊക്കെ ഉണ്ടാകണം. പക്ഷേ ആ പാതകളൊക്കെ ഉണ്ടാകുമ്പോൾ ആ പാത ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുക എന്നൊരു ജോലി മാത്രമല്ല, സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. കാരണം ഇതിൻ്റെ പ്ലാൻ തയ്യാറാക്കുന്ന സമയത്ത് അത് തയ്യാറാക്കുന്നത് അവിടെ നിന്നുള്ള വിദഗ്ധന്മാരാണ്. അതുകൊണ്ട് DPR തയ്യാറാക്കിയ കമ്പനിയെ ഇപ്പോൾ ഡീബാർ ചെയ്തിരിക്കുന്നു, കരാർ എടുത്തവരെ കേന്ദ്രം ഡീബാർ ചെയ്തിരിക്കുന്നു എന്നല്ലല്ലോ പറയേണ്ടത്. കേരളത്തിൻ്റെ പശ്ചാത്തലമുണ്ട്. കേരളം മഴയുള്ള സംസ്ഥാനമാണ്. കേരളത്തിൻ്റെ പല ഭാഗത്തും താഴെയുള്ള മണ്ണ് എന്ന് പറയുന്നത് ഒരു തരം ഡാൻസിങ് സോയിലാണ്. അവിടെയൊക്കെ ഉപയോഗിക്കേണ്ട പൈലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഈ കൂരിയാട് സ്ഥലം MLA കുഞ്ഞാലിക്കുട്ടി സാഹിബ് ബന്ധപ്പെട്ടവരെ കണ്ട് പറഞ്ഞതാണല്ലോ അവിടെ വൈഡക്റ്റ് വേണമെന്ന്. വൈഡക്റ്റ് അല്ലാതെ അവിടെ നിങ്ങൾ ചെയ്യരുത്, ആ വർക്ക് ചെയ്യുന്ന അപകടമാണ്. ഞാൻ മനസ്സിലാക്കുന്ന MK രാഘവൻ നേരിട്ട് കത്തെഴുതി ഒരുപാട് പ്രദേശങ്ങൾ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട്. ഇതൊക്കെ ജനപ്രതിനിധികൾ പലതവണ ചൂണ്ടിക്കാണിച്ചതാണ്. ഈ ജനപ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ചപ്പോഴൊക്കെ നിഷേധാത്മക സമീപനമുണ്ടായി. എൻ്റെ നാട്ടിൽ പോലും എനിക്കറിയാം, രണ്ടത്താണിൽ ഒരു നഗരത്തിന് നടുവിലൂടെ ഒരു ചൈന വൻമതിയിൽ പോലും ഒരു മതിൽ അങ്ങ് കെട്ടി. ആ മതിൽ കെട്ടുന്നതിൽ ഞങ്ങൾ കോടതിയിൽ പോകേണ്ടി വന്നു. പലതവണ ഇവരുടെ ഓഫീസുകൾ കയറി ഇറങ്ങി, ജനങ്ങൾ സമരമുഖത്ത് വന്നു, MP-മാർ MLA-മാർ കത്ത് നൽകി. അവസാനം ഹൈക്കോടതിയിൽ ഞങ്ങൾ പോയപ്പോൾ ഹൈക്കോടതിയിൽ പ്രഗത്ഭരായ അഭിഭാഷകന്മാർ വെച്ച് ഒരു ശത്രുവിനെ കാണുന്നത് പോലെ നാട്ടുകാരെ കേസിൽ തോൽപ്പിക്കാനാണ് ഇവർ ശ്രമിച്ചത്. കേസ് നടത്തിയിട്ട് അവർക്ക് അനുകൂലമായ വിധി സമ്പാദിച്ചു. ഞാൻ പറയുന്നത് ഇന്ന് ആ ജനങ്ങൾ ഭീതിയിലാണ്. കാരണം ഇവിടെ കൂരിയാട് ജനസാന്ദ്രതയുള്ള സ്ഥലമല്ല. പക്ഷേ ഒരു അങ്ങാടിക്ക് നടുവിലൂടെ ഇത് കടന്നു പോകുമ്പോൾ എന്തെങ്കിലും ഇതുപോലെയൊക്കെ സംഭവിച്ചാൽ അവിടെ ഉണ്ടാകുന്ന ദുരന്തം എന്താണ്? ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് പുഴകളുണ്ട്. ആ പുഴകളുടെ ഒക്കെ സ്രോതസ് നിൽക്കുന്ന സ്ഥലമാണ് ഈ കൂരിയാട്. ഈ കൂരിയാട് ഏത് വേനൽക്കാലത്ത് പോലും വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമാണ്. അവിടെ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയല്ല വേണ്ടത് എന്ന് എല്ലാവർക്കും അറിയില്ലേ?
എൻ്റെ നാട്ടിൽ മമ്മാലിപ്പടിയിൽ തോടുകളും പുഴകളും ഒക്കെ അടച്ചു കെട്ടിയത് കൊണ്ടാണ് ചെറുശോല ഭാഗത്ത് ഇപ്പോൾ റോഡ് തകർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു പ്രദേശത്തെക്കുറിച്ച് ഭൂമിശാസ്ത്രപരമായി പഠിച്ചില്ല, അതോടൊപ്പം തന്നെ അവിടുത്തെ ജനങ്ങളുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയില്ല. ഇത്തരം കാര്യങ്ങൾ അറിവുള്ള ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരു പ്രക്രിയ പോലും ഉണ്ടായില്ല. ഇവർ വന്ന് എല്ലായിടത്തും ജനങ്ങളെ എതിർക്കുകയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞ് പോലീസിനെ വിളിച്ച് അങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നൊരു അന്തരീക്ഷമുണ്ടായി. ഞങ്ങൾ പറയുന്നത് ഇത്തരത്തിലുള്ളതൊക്കെ നീതിപൂർവമാകണം. ഇങ്ങനെ അതുകൊണ്ടാണ് മിനിഞ്ഞാന്ന് നിങ്ങൾക്കറിയാം ET മുഹമ്മദ് ബഷീർ സാഹിബ് ഗഡ്കരിയെ കണ്ട് ഈ കാര്യം സൂചിപ്പിച്ചത്. ET മുഹമ്മദ് ബഷീർ സാഹിബിനാണ് കേന്ദ്ര മന്ത്രി ഉറപ്പ് കൊടുത്തത്, ഞാൻ ഡീബാർ ചെയ്യും ഈ കമ്പനിയെ. ഇന്ന് ഡീബാർ ചെയ്തുകൊണ്ട് ഉത്തരവിറങ്ങി. അതത് സമയത്ത് ജനപ്രതികൾ ഇടപെടാത്തത് കൊണ്ടല്ല. ശരി, അങ്ങനെയൊക്കെയാണ്. രാഷ്ട്രീയത്തിന് നിറം കൊടുക്കേണ്ടതില്ല. ഇതൊരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ പരിഗണിച്ചില്ല വിഷയമാണ്. ആ വിഷയത്തിൽ സംസാരം ഒരു വിഷയം. ശ്രീ ആർ ശ്രീധർ, നോക്കൂ, ഇപ്പോൾ കേരളം, നമുക്കറിയാം കേരളത്തിന് ഒരു ഭൂപ്രകൃതി ബോധ്യമുള്ള കാര്യമാണ്. ഇവിടെ ഇപ്പോൾ ഹീവിംഗ് പ്രതിഭാസം നടന്നു. താഴെയുള്ള അത്ര കട്ടിയില്ലാത്ത മണ്ണ് മുകളിൽ വലിയ മർദ്ദം വന്നപ്പോൾ ചിതറിപ്പോയി എന്നാണ് എക്സ്പേർട്ടുകൾ പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു സ്ഥലത്തെ മാത്രം പ്രശ്നമാവില്ലല്ലോ. ജല നിർഗമന മാർഗങ്ങൾ കൊട്ടിയടക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാവുക, ഈ എംബാക്ക്മെൻറ്റുകൾ പലപ്പോഴും ഒരു അണ പോലെ പ്രവർത്തിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പല സ്ഥലത്തും ഉണ്ടാകാം. മഴക്കാലം വരുന്നതേ ഉള്ളൂ. കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ പരിഗണിച്ചുകൊണ്ടും പാരിസ്ഥിതിക വശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടും നടത്തിയിട്ടുള്ള നിർമ്മാണമല്ല എങ്കിൽ ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതാകില്ലേ? ഒരു സംശയമില്ല. അതിൽ എനിക്ക് 2-3 കാര്യങ്ങൾ ആദ്യം ഞാൻ പറയാം. നമ്മുടെ 2018 പ്രളയം കഴിഞ്ഞപ്പോഴാണ് നമുക്കിത് പെട്ടെന്നൊരു ബോധ്യമുണ്ടായത്. ഈ കേരളം ജലത്തിൻ്റെ നാടാണെന്നും വെള്ളം ഒഴുകണമെന്നും അതുകൊണ്ടാണല്ലോ ഈ റൂം ഫോർ ദ റിവർ, ലിവിങ് വിത്ത് ദ വാട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെൻറ്റ് റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്തത്. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു വലിയ വർക്ക്ഷോപ്പ് തിരുവനന്തപുരത്ത് നടന്നു. ആ വർക്ക്ഷോപ്പിൻ്റെ പേര് നമ്മൾ നമുക്കായി എന്നാണ്. ആ വർക്ക്ഷോപ്പിലെ ഒരു നിർദ്ദേശം എന്തായിരുന്നറിയാമോ? അതായത് നമ്മുടെ ഭൂമിയുടെ ഒരു കിടപ്പ് വച്ചിട്ട് നോക്കുമ്പോൾ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് തടയുന്ന ഒരു നിർമ്മാണവും തെക്ക് വടക്ക് നടത്തരുതെന്നാണ്. തടയുന്ന രീതിയിൽ അത് നടത്തിക്കൂടാ എന്നല്ല, തടയുന്ന രീതിയിൽ നടത്തിക്കൂടാ എന്ന് ഒരു നിർദ്ദേശം അന്നുണ്ടായിരുന്നു. ഈ നിർദ്ദേശം ഉള്ളപ്പോൾ തന്നെയാണ് നമ്മളിന്ന് ഈ നാഷണൽ ഹൈവേയുടെ DPRനെ ഡിസ്കസ് ചെയ്യുന്നുണ്ടല്ലോ. DPR തന്നെ തെറ്റായിരുന്നോ, DPRൽ ഇങ്ങനെയൊക്കെ തന്നെയാണോ എഴുതി വെച്ചിരിക്കുന്നതെന്നൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാനതിനകത്ത് നമ്മുടെ ഈ സിൽവർ ലൈനിൻ്റെ DPR കാര്യമായി പഠിച്ചിട്ട് അതിനെ വിമർശിച്ച ഒരാളാണ്. അന്ന് വിമർശിക്കുമ്പോൾ ഈ പറഞ്ഞ പാർട്ടിയുടെ വക്താക്കൾ എല്ലാവരും തന്നെ ഇടതുപക്ഷത്തിൻ്റെ ആയാലും നമ്മളെ വന്നിട്ട് വല്ലാതെ ഒരു വെർബലി നമ്മളെ ആക്രമിച്ചിട്ടുണ്ട്. ഇത് ഗവൺമെൻറ്റിനെതിരാണ്, പിണറായിക്കെതിരാണ്, വികസനത്തിനെതിരാണെന്നൊക്കെ പറഞ്ഞിട്ട്. അത് നടപ്പാക്കിയിരുന്നെങ്കിൽ ഇതുപോലത്തെ ദുരന്തമാണ് കാണാൻ കഴിയുക. കാരണം ഈ പറഞ്ഞതുപോലെ കിഴക്കിൽ നിന്ന് പടിഞ്ഞാറോട്ടുള്ള ഒഴുക്ക്, അത് പുഴ മാത്രമല്ല, സ്ട്രീംസ് ഉണ്ട്, ഒരുപാട് ചെറിയ തോടുകളുണ്ട്, നമുക്ക് അക്വിഫേഴ്സ് ഉണ്ട്, അതേപോലെ വയലുകൾ, നിറയെ വയലുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അടച്ചു കെട്ടി ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു ഹൈഡ്രോളജിക്കൽ ഡിസാസ്റ്ററാണ്. ഇവിടെ ഇപ്പോൾ കുരിയാട് ഒരു എംബാക്ക്മെന്റ് ആണ്. അപ്പോൾ അതൊരു വയലാണ്. വയലിന്റെ മുകളിലൂടെ, പ്രത്യേകിച്ച് ദുർബലമായ മണ്ണിന് മുകളിലൂടെ ഒരു എംബാക്ക്മെന്റ് ഉണ്ടായാൽ ഒരു പക്ഷേ അത് പ്രശ്നമാകാം. അതിന് വയാഡക്റ്റ് ആണ് പരിഹാരം എന്ന് പറയുന്നത്. ഇത് എംബാക്ക്മെന്റോ വയാഡക്റ്റോ എന്നുള്ളതാണോ ഇതിലെ തർക്കത്തിന്റെ മർമ്മം? അല്ല, ഞാൻ പറയാം. അപ്പം ആ സിൽവർ ലൈൻ ഞാൻ പറഞ്ഞ 85% അങ്ങനെ തന്നെയായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ പ്രോജക്റ്റിനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തത്. അതവിടെ മാറ്റി വയ്ക്കട്ടെ. ഇനി സിൽവർ ലൈൻ അതേപോലെ വരികയാണെങ്കിൽ ഇതിനപ്പുറത്തുള്ളൊരു ഡിസാസ്റ്റർ വരും. അപ്പോൾ നമ്മൾ ശരിക്കും വിചാരിച്ചത് ഈ സിൽവർ ലൈനിനെ നമ്മൾ എതിർക്കുന്നതോടെ ഈ പ്രശ്നം അങ്ങ് കേരളത്തിനൊരു വലിയ ദുരന്തം ഒഴിവാക്കി കിട്ടി എന്നൊരു തോന്നൽ നമുക്കുണ്ടായിരുന്നു. പക്ഷേ നാഷണൽ ഹൈവേ വരുമ്പോൾ ഇതേ പ്രശ്നം ഉണ്ടാവുന്നു എന്നുള്ളത് അത് എന്തുകൊണ്ടുണ്ടായി എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു നാഷണൽ ഹൈവേയുടെ അതേ ഓൾമോസ്റ്റ് സെയിം അലൈൻമെൻറ്റാണിത്. അപ്പോൾ ആ നാഷണൽ ഹൈവേ നമുക്ക് ഒരു ചെറിയ ഹൈവേ ഉണ്ടായിരുന്നു, വെള്ളമൊക്കെ മര്യാദയ്ക്ക് ഒഴുകിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്ന ഒരു കൺസ്ട്രക്ഷൻ നമുക്കുണ്ട്. നമ്മുടെ ഇപ്പോൾ MC റോഡ്, നമ്മുടെ ഈ പ്രതലവുമായി ബന്ധപ്പെട്ടിട്ട് ചെറിയ വണ്ടുകളൊക്കെ ഉണ്ടാവാം, എംബാങ്ക്മെൻറ്റ് പോലെയല്ല. അപ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു ഭൂപ്രകൃതിക്കനുസരിച്ച് കെട്ടാനുള്ള സംവിധാനം നമുക്കറിയാം, നമ്മൾ ചെയ്തിരുന്നു ഒരു കാലത്ത് എന്നുള്ളതാണ്. നമ്മളുടെ മലകളിലൂടെ, നമ്മൾ ഘാട്ടുകളിലൂടെ ഒക്കെ തന്നെ നമ്മൾ റോഡ് പണിഞ്ഞിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ടുണ്ട്, അതിന് ശേഷവും നമ്മൾ പണിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സംഭവിച്ചത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭൂപ്രകൃതിക്ക് ഒട്ടും യോജിക്കാത്ത രീതിയിൽ ഒരു ഹൈ എൻഡ് ഹൈടെക് ആയിട്ടുള്ള വലിയ ഒരു പ്രോജക്റ്റ് എന്ന നിലയ്ക്കാണ് ഇത് വരുന്നത്. അപ്പോൾ കൺസ്ട്രക്ഷൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പല സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ
നമ്മൾ അവരോട് അവിടെ തന്നെ വാൺ ചെയ്തിട്ടുണ്ട്. ഇത് ഹൈഡ്രോളജിക്കൽ ഫ്ലോയിനെ തകർക്കും, ഇല്ലാതാക്കും, കിഴക്ക് വശത്ത് വെള്ളം കെട്ടും, അത് വല്ലാതെ കെട്ടിക്കഴിയുമ്പോൾ ഇതൊരു ഡാം പോലെ പ്രവർത്തിക്കും. പക്ഷേ ഡാമിൻ്റെ അത്ര കൺസ്ട്രക്ഷൻ ഇല്ല, കാരണം സോയിൽ ടെസ്റ്റ് ചെയ്തിട്ടില്ല, കമ്പാക്ഷൻ മര്യാദയ്ക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ന്യൂനതകൾ വെച്ചിട്ടാണ് ഇത് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ എംബാങ്ക്മെൻറ്റ് ഒരു ശക്തമായ എംബാങ്ക്മെൻ്റ് ആണോ കെട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, വീക്ക് എംബാങ്ക്മെൻ്റ് ആണ്. പക്ഷേ വെള്ളം കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്ലഡിങ്ങും ഉണ്ടാവും, പലയിടത്തും ഈ എംബാങ്ക്മെൻറ്റ് തകർന്നു പോകാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്കുണ്ടാവാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ ഇവിടെ? ഒന്ന്, കേരളത്തിൽ ഇത് കെട്ടിയേക്കുന്ന പ്രത്യേകിച്ച് മറ്റേ എന്താണ് അടിപ്പാത ഉണ്ടാക്കിയിട്ട് വലിയ എംബാങ്ക്മെൻറ്റ് പോലെ കെട്ടിയേക്കുന്ന എല്ലാ സ്ഥലങ്ങളും, വയൽ നികത്തി കെട്ടിയേക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ കിഴക്ക് വശത്ത് വെള്ളം ഒഴുകി പോകാതെ തടയപ്പെടും. അവിടെ ഫ്ലഡിങ് ഉണ്ടാവും, വാട്ടർ ലോഗിങ് ഉണ്ടാവും. അത് എത്രയോ സ്ഥലങ്ങളിൽ ഇനി ഉണ്ടാവാൻ കിടക്കുന്നതാണ്. അതാണ് ഇനി വരാൻ പോകുന്ന വലിയ ദുരന്തം. രണ്ടാമത്, എംബാങ്ക്മെൻറ്റ് ഈ പറഞ്ഞതുപോലെ സർവീസ് റോഡ്സ്, ഓൾമോസ്റ്റ് എല്ലാ സർവീസ് റോഡ്സും വെള്ളത്തിൻ്റെ അടിയിലാവും മഴ പെയ്ത് കഴിഞ്ഞാൽ. പിന്നെ അത് തകരുമ്പോൾ പിന്നെ അത് റിപ്പയർ ചെയ്യും. ആൾക്കാർക്ക്, അതായത് സാധാരണക്കാർക്ക് പോകാൻ പറ്റുന്ന റോഡുകൾ മുഴുവനും തകർത്തുകൊണ്ടാണ് ഈ നാഷണൽ ഹൈവേ ഇങ്ങനെ പോകുന്നതെന്നുള്ളതാണ്. അത് രണ്ടാമത്തെ വലിയ പ്രശ്നമാണ്. മൂന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ കംപ്ലീറ്റ് കൊളാപ്സസ് സംഭവിക്കും, ടിൽറ്റ് ചെയ്ത് കൊളാപ്സസ് സംഭവിക്കും അടിയിൽ നിന്നുള്ള ഈ ഹീവിങ് കാരണം. ആക്സിഡൻസ് കൂട്ടാം, അങ്ങനത്തെ കുറേ ഇഷ്യൂസ് വരും. നാലാമതാണ്, ഇത് കേരളത്തിൻ്റെ പരിസ്ഥിതിയെ മാത്രം കാണാതെ അല്ലെങ്കിൽ അതിന് വില കൊടുക്കാതെ നടത്തിയ പദ്ധതി മാത്രമല്ല, ഇവിടുത്തെ മനുഷ്യർക്കും വില കൊടുക്കാതെ നടത്തിയ പദ്ധതിയാണ്. കാരണം NH വികസിപ്പിക്കണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ കാർ ഓടിക്കുന്ന ആളാണ്, എനിക്കും താല്പര്യമുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ? NH വികസിപ്പിക്കുക മാത്രമല്ല ചെയ്ത് അതിനെ എക്സ്പ്രസ് വേ ആക്കി മാറ്റി എന്നുള്ളതാണ്, എക്സ്ക്ലൂഷണറി ആക്കി എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് പോകാൻ പറ്റാത്ത റോഡാക്കുകയും എക്സ്ക്ലൂസീവായിട്ടുള്ള ആൾക്കാർക്ക് പോകുന്ന റോഡാക്കുകയും കേരളത്തിൽ ഇത്രയും ജനസാന്ദ്രതയുള്ള ഒരുപാട് പേര് സഞ്ചരിക്കുന്ന കേരളത്തിൽ ഇതൊരു അപകടമാണ്. അങ്ങനെ ചെയ്യുകയും ബാക്കിയുള്ളവരെല്ലാവരും പോകേണ്ട റോഡുകൾ മുഴുവനും ഏറ്റവും വൃത്തികെട്ട റോഡുകളാക്കി. ന്യൂയോർക്ക് പോലൊന്നുമല്ല, ഇത് ഏറ്റവും തേർഡ് വേൾഡ് കൺട്രീസിന് ഏറ്റവും മോശപ്പെട്ട അണ്ടർ ഡെവലപ്ഡ് രാജ്യങ്ങളിലുള്ളതുപോലെ ഉള്ള സർവീസ് റോഡ്സും ഈ ന്യൂയോർക്ക് പോലത്തെ എക്സ്പ്രസ് വേയും ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം നമുക്ക്? അപ്പോൾ അതിലേക്കാണ് നമ്മളിവിടെ എത്തിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഔദ്യോഗിക വാർത്താക്കുറിപ്പ് കേന്ദ്രം ഇറക്കിയിട്ടുണ്ട്. നിർമ്മാണം ആരംഭിക്കുന്നതിന് മുമ്പ് ഭൂമിയുടെ സ്ഥിതി തിരിച്ചറിയുന്നതിനും താങ്ങാനുള്ള ശേഷി മെച്ചപ്പെടുത്തുന്നതിലും ഉണ്ടായ അശ്രദ്ധയാണ് സംഭവത്തിന് കാരണമെന്നാണ് കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. അവരുടെ 2-അംഗ സമിതി ഇന്നലെ പരിശോധന നടത്തിയിരുന്നു. അതിനുശേഷം കേന്ദ്ര സർക്കാർ, കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം കാണുന്നത് ഗുരുതരമായ വീഴ്ചയുണ്ടായിട്ടുണ്ട്. ഈ സോയിൽ ഏത് സ്വഭാവത്തിലുള്ളതാണ് എന്ന് മനസ്സിലാക്കുന്നതും ഭൂപ്രകൃതി എങ്ങനെയുള്ളതാണെന്ന് മനസ്സിലാക്കുന്നതും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അവിടെ വീഴ്ച സംഭവിച്ചു. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് ചർച്ച കൊണ്ടുപോകാം ഒരു ചെറിയ ഇടവേള എടുത്തതിന് ശേഷം. ചർച്ചയിലേക്ക് വേണം. ശ്രീ KVS ഹരിദാസ്, ഇപ്പോൾ കേന്ദ്രം പറയുന്നത് പ്രസ്തുത സ്ഥലത്തെ നിർമ്മാണം തുടങ്ങുന്നതിന് മുമ്പ് മണ്ണും അതുപോലെ തന്നെ ഭൂപ്രകൃതിയും പരിശോധിക്കുന്നതിൽ വീഴ്ചയുണ്ടായി. അതനുസരിച്ച് ഈ ശക്തിപ്പെടുത്തൽ പൈലിംഗ് നടത്തുന്ന കാര്യത്തിൽ വീഴ്ചയുണ്ടായി. അങ്ങനെയുള്ള അശ്രദ്ധയാണ് ഈ അപകടത്തിന് വഴിവെച്ചത് എന്നാണ് നമ്മളത് പറയുമ്പോൾ കാണേണ്ട ഒരു കാര്യം. കോഴിക്കോട് പാർലമെന്റ് അംഗം MK രാഘവൻ നേരിട്ട് ഈ കൂരിയാട് എന്ന സ്ഥലം എടുത്തു പറഞ്ഞ് നിതിൻ ഗഡ്കരിക്ക് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ജില്ലാ വികസന സമിതി അടക്കമുള്ള വിവിധ സമിതികളിൽ ഈ വിഷയം ആവർത്തിച്ച് ഉയർന്നിട്ടുണ്ട്. NHAI അധികൃതർ ആ യോഗങ്ങളിൽ പങ്കെടുക്കുകയോ ഈ ആശങ്കകൾ കേൾക്കുകയോ അതിന് വിശദീകരണം നൽകുകയോ പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ജനപ്രതിനിധികളും നാട്ടുകാരുമൊക്കെ മുമ്പേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തകരും വിദഗ്ധരും നാട്ടുകാരും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം ഇപ്പോൾ സംഭവിച്ചപ്പോൾ, ഇത് തകർന്നു വീണപ്പോൾ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന് ഇങ്ങനെയാണ് സംഭവിച്ചത്, ഇങ്ങനെ പറ്റിപ്പോയി കേട്ടോ എന്ന് പറയാനുള്ള ഉത്തരവാദിത്വമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് കേരള സ്പെസിഫിക്കായ പരിസ്ഥിതി പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വേണ്ടത്ര മുൻകരുതലുകൾ എടുക്കാതെ ഈ നിർമ്മാണ പ്രവർത്തനം നടത്തിയതെന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. അല്ല അഭിലാഷേ, കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കിയല്ലോ എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കിയെന്ന്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, ഒരു വിദഗ്ധമായിട്ട് പഠിക്കേണ്ട വിഷയമാണിത്, ഒരു സംശയമില്ല. കാരണം ഇത് കേരളത്തിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുള്ളൂ. ഇപ്പോൾ കാശ്മീരിലെ വലിയ തുരങ്കങ്ങൾ മുതൽ നമ്മൾ കുതിരാനിലൊക്കെ തുരങ്കം എന്തെല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങൾ ദേശീയപാത അതോറിറ്റി കേരളത്തിൽ നടത്തിയിട്ടുണ്ട്. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഒരുപാട് റോഡുകളുടെ നിർമ്മാണം നടത്തിയിട്ടുണ്ട്, ഒരുപാടെണ്ണം. അതിലൊന്നും ഉണ്ടാവാത്ത ഒരു പ്രതിസന്ധി ഇപ്പോൾ ഈ മലപ്പുറം ജില്ലയിലെ 200-250 മീറ്റർ സ്ഥലത്തും ഉണ്ടായിരിക്കുന്നു. മറ്റു പല ഭാഗത്തും ഇനിയിപ്പോൾ നാളെ ഉണ്ടായിക്കൂടായികയില്ല എന്നുള്ള ആശങ്കയും പലരും പങ്കുവയ്ക്കുന്നുണ്ട്.
തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് വിദഗ്ധമായിട്ട് പഠിക്കട്ടെ. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് BOT അടിസ്ഥാനത്തിലാണ് നിർമ്മിക്കുന്നത്. നിർമ്മിച്ചിട്ട് കേന്ദ്ര സർക്കാരിന് ഇത് കൈമാറുക ചെയ്യുന്നേ. അതുവരെ എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നിർമ്മാണ കരാർ എടുത്ത കമ്പനിക്ക് തന്നെയാണ്. അതിനർത്ഥം കേന്ദ്ര സർക്കാരിന് ഉത്തരവാദിത്തം ഇല്ലെന്നല്ല. കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിൽ ഇത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തതയുണ്ട്. ഇത് ചെയ്യേണ്ടത്, നടപ്പിലാക്കേണ്ടത് തീർച്ചയായിട്ടും നിർമ്മാണ കരാർ എടുത്ത കമ്പനി തന്നെയാണ്. അവരെ കൊണ്ട് അതിനുള്ള ഉത്തരം പറയിപ്പിക്കുക തന്നെ ചെയ്യും. അല്ല, അതിപ്പോ ഒരു ആക്സിഡന്റ് ഉണ്ടായപ്പോഴല്ലേ കേന്ദ്രം പറയുന്നത് KVS ഇങ്ങനെയാണ്. The incident occurred due to the negligence of the concessionary to confirm the ground conditions and improve ground bearing capability prior to the commencement of work. പണി തുടങ്ങുന്നതിന് മുമ്പ് നിലം ശക്തിപ്പെടുത്തുന്നതിൽ, മണ്ണ് ഉറപ്പിക്കുന്നതിൽ പോരായ്മ സംഭവിച്ചു, നെഗ്ലിജൻസ് സംഭവിച്ചു എന്ന് പറയാണ്. നോക്കൂ, ഇതുപോലെയുള്ള വയലിൽ ഇതുപോലെ ഒരു എംബാങ്ക്മെന്റ് ഉണ്ടാക്കുമ്പോൾ, എംബാങ്ക്മെന്റ് ഉണ്ടാക്കാൻ പാടില്ല അതൊന്നുമില്ല, ഈ മുകൾ തട്ടിലെ മണ്ണ് നീക്കി കൃത്യമായ പൈലിംഗ് നടത്തി, പൈലിംഗിന് തന്നെ പ്രത്യേക മാതൃകകളുണ്ട്. അങ്ങനെ ഇത് വളരെ ശക്തിയുള്ള ഒരു പ്രതലമാക്കി മാറ്റി, അതുപോലെ തന്നെ തട്ടായിട്ട് മണ്ണിട്ട് ഉയർത്തി, പ്രീഫാബ് വെർട്ടിക്കൽ ഡ്രെയിൻ സംവിധാനം ഒരുക്കി വെള്ളം ഒഴുകാനുള്ള സംവിധാനം ഉണ്ടാക്കി ശാസ്ത്രീയമായി ഉണ്ടാക്കേണ്ട കാര്യമാണ്. ഈ കമ്പനി തോന്നിയതുപോലെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. എംബാങ്ക്മെന്റുകൾ നമ്മൾ പല സ്ഥലത്ത് ഇതേ സെക്ടറിൽ, അതായത് വളാഞ്ചേരി മുതൽ രാമനാട്ട് വരെയുള്ള ഭാഗത്ത് തന്നെ വേറെയുണ്ട്. അപ്പോൾ എല്ലാം ഇങ്ങനെയാണോ എന്ന് ആരായാലും ആലോചിച്ചു പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? അല്ല അഭിലാഷ്, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ആരും ഇതിനെ ന്യായീകരിക്കാൻ വരികയല്ല ചെയ്യുന്നത്. ഒരു സംഭവം ഉണ്ടായി, ഇതിനെ രാഷ്ട്രീയമായിട്ട് നേരിടാനാണ് ഉദ്ദേശമെങ്കിൽ നേരിട്ടുള്ളൂ. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കേരളത്തിൻ്റെ നന്മ ലക്ഷ്യമാക്കിയിട്ടാണ് ഇത്രയും വലിയൊരു പ്രോജക്റ്റ് കേരളത്തിൽ കൊണ്ടുവന്നത്. കേരളത്തിൻ്റെ നന്മ ലക്ഷ്യമാക്കിയിട്ടാണ്. അതിലിപ്പോൾ CPMൻ്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ UDFൻ്റെ കാലത്ത് ലാൻഡ് അക്വിസിഷൻ മുഴുവൻ താറുമാറായി കടന്നിരുന്നതാണ്. LDF ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് ലാൻഡ് അക്വയർ ചെയ്യാനുള്ള നടപടി ഉണ്ടായത് പോലും. അതും ഞങ്ങൾ അംഗീകരിക്കുന്നു. UDFൻ്റെ കാലഘട്ടത്തിൽ സമരം ചെയ്യാൻ പലരും ഉണ്ടായിരുന്നു. അതും രണ്ടത്താനി പറഞ്ഞ് ശരിയായിരിക്കും. കാരണം ജമാഅത്തെ ഇസ്ലാമിക്കാരും ഒക്കെ, ഞാനിവിടെ പറവൂരൊക്കെ കണ്ടിട്ടുണ്ട് ലാൻഡ് അക്വിസിഷനെതിരായിട്ട് സമരം ചെയ്ത നേതാക്കന്മാർ ആരൊക്കെയായിരുന്നു എന്ന്. അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റി ലാൻഡ് അക്വയർ ചെയ്യാൻ സഹായിച്ചതും നിർമ്മാണത്തിന് വഴിയൊരുക്കിയതും അതിലൊക്കെ സംസ്ഥാന സർക്കാരിനും വലിയ പങ്കുണ്ട്. ഞങ്ങളതൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇതിൽ രാഷ്ട്രീയമല്ല, രണ്ടത്താനി പറഞ്ഞ് ഞാൻ അംഗീകരിക്കുന്നു. ഇതിൽ രാഷ്ട്രീയമല്ല, ഇത് നമ്മളെ ബാധിക്കുന്ന ഒരു പൊതു പ്രശ്നമാണ്. ആ പ്രശ്നത്തിന് പരിഹാരം കാണണം. ആ പരിഹാരം കാണാൻ മോഡി ഗവൺമെൻറ്, നിതിൻ ഗഡ്കരി ഉൾപ്പെടെയുള്ളവർ ഒന്നിച്ചുണ്ടാകും. ഇവിടെ ഇപ്പോൾ നിർമ്മാണം പൂർത്തിയായതിന് ശേഷമാണെങ്കിൽ അത് ഗവൺമെൻറ്റിൻ്റെ തലയിൽ വരുമായിരുന്നു. ഇപ്പോഴത്തെ നിലയ്ക്ക് അതിൻ്റെ നിർമ്മാണ പ്രക്രിയ നടക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അത് പരിഹരിക്കാൻ കഴിയും. അതിപ്പോൾ മണ്ണ് പരിശോധനയല്ല, അവിടെ നേരെ ആകാശത്തുകൂടിയുള്ള റോഡാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനുള്ള ശ്രമം പോലും നടത്താൻ കഴിയും. നമ്മൾ പല സ്ഥലത്തും ചെയ്തിട്ടുണ്ടല്ലോ, കഴക്കൂട്ടത്ത് ചെയ്തിട്ടില്ലേ? ഇപ്പോൾ തുറവൂർ മുതൽ അരൂർ വരെ നമ്മൾ നിർമ്മിക്കുന്നില്ലേ? പല സ്ഥലങ്ങളിലും അത്തരത്തിലുള്ള റോഡുകളുടെ നിർമ്മാണം നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഈ 5-6 ആൾ പൊക്കത്തിൽ മണ്ണ് നിറച്ച് ഇപ്പോൾ ചെയ്തിരിക്കുന്ന പല സ്ഥലങ്ങളിലും അങ്ങനെയാണ്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാണാം. അപ്പോൾ അവിടെയൊക്കെ വേണ്ടത്ര പരിശോധനകളും നടന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾക്കെതിരെയും നടപടി ഉണ്ടാവും. ഒരു സംശയമുണ്ട് ആ കാര്യത്തിൽ. കാരണം ഇവിടെ എന്തെങ്കിലും ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ, കാരണം ഇന്ത്യയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ആയിരക്കണക്കിന് കിലോമീറ്ററിലാണ് ഇന്ന് നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. അവിടെ അതിലൊരു ചെറിയ പ്രശ്നം ഉണ്ടാകുന്നത് കേരളത്തിലാണ്. അതിനോട് കണ്ണടച്ച് നിൽക്കാൻ കഴിയില്ല ഗവൺമെന്റിന്. നടപടിയെടുക്കും. ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി ഉണ്ടാവും. കരാറുകാർക്കെതിരായിട്ട് നടപടി. കരാറുകാരിപ്പോൾ നിങ്ങളുടെ ചാനലിൽ തന്നെ കാണുന്നുണ്ട്, അവർ തെറ്റ് സമ്മതിക്കുന്നു എന്ന്. അപ്പോൾ അത്രയും നല്ലത്. പക്ഷേ പരിഹാരം കണ്ടേ പറ്റുള്ളൂ. കേരളത്തിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധം മെച്ചപ്പെട്ട റോഡുകൾ നിർമ്മിച്ച് പ്രദാനം ചെയ്യാൻ മോഡി ഗവൺമെന്റിന് ഉത്തരവാദിത്വമുണ്ട്, ബാധ്യതയുണ്ട്. അത് നിർവഹിക്കുക തന്നെ ചെയ്യും. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പോൾ ഈ റോഡിൽ കൂടി ഒരു മിനിറ്റ് അഭിലാഷേ, റോഡിൽ കൂടിയുള്ള നെൽവയൽ നികത്തി താഴ്ന്ന പ്രദേശങ്ങളിലൂടെ റോഡ് വെട്ടിയതാണ് പ്രശ്നമെന്ന് ആക്ഷേപിക്കുന്നുണ്ടല്ലോ. നമ്മുടെ റെയിലിൻ്റെ പ്ലാൻ എന്തായിരുന്നു? ഇതേപോലെ തന്നെ റോഡിൽ കൂടി ആയിരുന്നില്ലേ? ഈ ശ്രീധരനെ പോലുള്ള ഒരു ഒബ്ജക്ഷൻ പറഞ്ഞില്ലേ അന്ന്? കേരളത്തിലെ ഭൂമി അതിന് പറ്റിയതല്ല അന്ന് പറഞ്ഞിരുന്നു എന്ന് നമ്മൾ ചൂണ്ടിക്കാണിച്ചിരുന്നു, ഓർമ്മയുണ്ടോ? അതിനു മുമ്പ് രണ്ടത്താണി ഓർത്ത് നോക്കൂ, മുനീറിൻ്റെ പദ്ധതി എക്സ്പ്രസ് വേ
അതും എങ്ങനെയായിരുന്നു? റോഡിൽ കൂടി ആയിരുന്നില്ലേ? അപ്പോൾ അന്നൊന്നും ആരും കാണാത്ത ചില പ്രശ്നങ്ങൾ ഇവിടെ ഇന്ന് ഉണ്ടായിട്ടുണ്ട്. അന്ന് UDFനോ മുനീറിനോ തോന്നാത്ത ചില പ്രശ്നങ്ങൾ ഇന്ന് ഉണ്ടായിട്ടുണ്ട്. CPMന് LDF ഗവൺമെൻറ്റിന് കാണാത്ത ചില പ്രശ്നങ്ങൾ ഇന്ന് ഉണ്ടായിട്ടുണ്ട്. അത് പരിഹരിക്കും. അതിന് പരിഹരിക്കാനാണ് IITയിലെ ഉള്ള വിദഗ്ധന്മാർ ഉൾപ്പെടെ വന്നിട്ട് പരിശോധിക്കും, നടപടി ഉണ്ടാവും. അതിൽ കേരളത്തെ ജനങ്ങളെ കുഴപ്പത്തിലാക്കുന്ന ഒരു തീരുമാനവും മോഡി ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാകാൻ പോകുന്നില്ല. ശരി, ശ്രീ വസീഫ്, ഇപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ ദേശീയപാത പൂർണ്ണമായാൽ അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം പൂർണ്ണമായാൽ തീർച്ചയായിട്ടും അതൊരു തെരഞ്ഞെടുപ്പ് വിഷയം കൂടിയാണ്. ഞങ്ങളുടെ ഇച്ഛാശക്തിയുടെ പ്രതീകമാണ്, നിങ്ങൾക്ക് കൺമുമ്പിൽ കാണാൻ കഴിയുന്ന ഈ പാത എന്ന് പറഞ്ഞ് തന്നെയായിരിക്കും നിങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ആ നറേറ്റീവിനെ പരാജയപ്പെടുത്തുന്ന വിധത്തിലാണോ ഇപ്പോൾ കാര്യങ്ങൾ പുരോഗമിക്കുന്നത്? ഇവിടെ ഇപ്പോൾ പാത പൂർത്തിയാകാൻ നേരത്ത് മലബാറിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുന്നു. ഒരു സ്ഥലത്തല്ല, കാഞ്ഞങ്ങാട് മാവുങ്കൽ മുതൽ ഇവിടെ ഇപ്പോൾ ചാവക്കാട് വരെ പലയിടത്തായി ആളുകൾ പലതരത്തിലുള്ള ആശങ്കകൾ പങ്കുവയ്ക്കുകയാണ്. കോഴിക്കോടുണ്ട്, മലാപ്പറമ്പിൽ സർവീസ് റോഡിലേക്ക് വെള്ളം കയറുന്ന പ്രശ്നമടക്കം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിൽ രാഷ്ട്രീയം തീരെയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഈ പാതയിൽ ഒരു സുരക്ഷാ ഓഡിറ്റ് പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഞങ്ങളുടെ ഇച്ഛാശക്തിയുടെ പ്രതീകമായി ഈ പാത നിൽക്കുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞാൽ പോരാ, ഇത് സുരക്ഷിതമായ ആളുകൾക്ക് യാത്ര ചെയ്യാനും ചുറ്റുപാടുള്ള ആളുകൾക്ക് സുരക്ഷിതമായി അതിന് തീരത്ത് താമസിക്കാനും കഴിയണമല്ലോ. അപ്പോൾ ഈ പാത മുഴുവൻ, പൂർത്തിയായ പാത മുഴുവൻ ഒരു സുരക്ഷാ ഓഡിറ്റിന് വിധേയമാക്കേണ്ടി വരില്ലേ? അല്ല അഭിലാഷേ, ഇവിടെ ഒരു അപകടം ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇവിടെ വസീഫിനോടാണ് ചോദ്യം. ഇവിടെ എന്നോടല്ലേ? അതെ. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങനെ ഒരു പാത നിർമ്മിക്കുന്നതിൻ്റെ പ്രപ്പോസലുകൾ സമർപ്പിക്കുന്ന സമയത്ത് അവരവരുടെ കൺസൾട്ടൻസികളുമായിട്ടൊക്കെ കൺസൾട്ട് ചെയ്ത് കരാറുകാരെ ഏൽപ്പിച്ച് എല്ലാമാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത്. നമ്മൾ ചെയ്യേണ്ട പണി എന്താ? നമ്മൾ സ്ഥലം അക്വയർ ചെയ്ത് കൊടുക്കുക, പിന്നെ ഇവർക്ക് വേണ്ട മറ്റ് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. ആ സൗകര്യങ്ങളെല്ലാം ഫലപ്രദമായി ഒരുക്കി കൊടുത്ത് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കേരളത്തിൽ ഇങ്ങനൊരു വികസനം വരേണ്ടതില്ല എന്ന് വാശി പിടിച്ചിരുന്ന കേരളത്തിലെ ജനങ്ങളെ എല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവർക്ക് അർഹമായ നഷ്ടപരിഹാരം കൊടുക്കാനൊക്കെയുള്ളൊരു ഇടപെടൽ നടത്തി. അതിന് കത്തെഴുതി കാത്തിരുന്നതല്ല. അതിന് കേരളത്തിൻ്റെ പണം കണ്ടെത്തി, കേരളത്തിൻ്റെ പണം അവർക്ക് 6000 കോടിയോളം രൂപ കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കുകയാണോ കിഫ്ബി മുഖാന്തരം ഗവൺമെൻറ് ചെയ്തത്? അതൊരു നേട്ടം തന്നെയാണ്. അത് ഞങ്ങൾ ഇനിയും പറയും. അതിനിപ്പോൾ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി എന്ന് കരുതി പറയാതിരിക്കുന്നില്ല, അത് ഞങ്ങൾ പറയും. ഇത് മാത്രമല്ല, തീരദേശ പാത ഇതാ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അവിടെയും ഇതുപോലെ തന്നെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. 1166 കിലോമീറ്ററിൽ 793 കിലോമീറ്റർ ദൂരത്തേക്ക് പണി നടന്നുകൊണ്ടിരിക്കുക. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് തന്നെ പണി നടക്കുന്ന തീരദേശപാതയിൽ 3 റീച്ചുകൾ പൂർത്തീകരിച്ചു. അങ്ങനെ കേരളത്തിന്റെ പശ്ചാത്തല സൗകര്യങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുക. എൻ്റെ കയ്യിലുള്ളത് 20-ാം തീയതി ഇറങ്ങിയ മനോരമ പത്രമാണ്. മനോരമ പത്രം അതിൽ തന്നെ പശ്ചാത്തല മേഖലയിൽ, പശ്ചാത്തല വികസന മേഖലയിൽ ഇവർ കൊടുത്തത് 10ൽ 6 മാർക്കാണ്. മനോരമ കൊടുത്ത മാർക്കാണ്. ഇതിൻ്റെയൊക്കെ അസ്വസ്ഥത കേരളത്തിലെ ചിലർക്കുണ്ടാകും എന്നുള്ളത് സ്വാഭാവികമാണ്. ഈ ഒരു അപകടമുണ്ടായി എന്ന് കരുതി കേരളത്തിന്റെ വികസനത്തെ കാണാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല. കേരളത്തിലെ ജനങ്ങളും അത് കാണാതിരിക്കില്ല. ഇപ്പൊ ഇവിടെ അബ്ദുറഹ്മാൻ സാഹിബൊക്കെ പറഞ്ഞതുപോലെ കുറെ കാര്യങ്ങൾ അന്ന് ഈ സമരത്തിനും ഇങ്ങനെയുള്ള വരട്ടുവാദങ്ങളൊക്കെ കൂടുതലായി ഉപയോഗിച്ചിരുന്ന ഒരു വിഭാഗം ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് ആർക്കാ അറിയാത്തത്? ചില ഇങ്ങനെയുള്ള മതസംഘടനകൾ അതിനെ ബോധപൂർവമായി ഇടപെടൽ നടത്തി അവരുടേതായ ഐഡന്റിറ്റി ഉണ്ടാക്കാനൊക്കെ ശ്രമം നടത്തിയിരുന്നു. ഞങ്ങളൊരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലക്ക് നാട്ടിലുള്ള അപകടങ്ങൾ തിരിച്ചറിഞ്ഞ് അത് സൂചിപ്പിച്ച് ഈ പദ്ധതി ആകെ വേണ്ട എന്നൊന്നും ഒരു കാലത്തും ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. വികസനം വരണം എന്ന കാഴ്ചപ്പാട് തന്നെയാണ് മുന്നോട്ട് വെച്ചത്. ഇവിടെ ഗെയിൽ പൈപ്പ് ലൈനിന്റെ പദ്ധതി നടക്കുന്ന സമയത്ത് ഈ ജമാഅത്തെ ഇസ്ലാമിയും ഈ SDPIയും മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ കൂടിച്ചേർന്ന് മുസ്ലിം ലീഗിന്റെ സമരസമിതി കൺവീനറുടെ നേതൃത്വത്തിൽ നടുറോട്ടിൽ നിസ്കാര സമരം നടത്തി വികസനത്തെ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചവരായി ഇവര്. ബോധപൂർവമായി അതിനെ വർഗീയമായി ചിത്രീകരിക്കാൻ. അവിടെ ആ നിസ്കാര സമരത്തിനിടയിൽ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ എന്തായിരുന്നു സാഹചര്യം? അങ്ങനെയൊക്കെ വികസനത്തെ മുടക്കാൻ ശ്രമിച്ചവരാണ് ഇന്ന് വന്ന് വലിയ വർത്തമാനം പറയുന്നത്. എന്ത് വികസനത്തിനാണ് ഇവര് നേതൃത്വം കൊടുത്തത്? 2015 ഇത് അവസാനിപ്പിച്ചു പോയി. വളരെ കൃത്യമായി NHAയും കേന്ദ്ര ഗവൺമെന്റും പറഞ്ഞു ഞങ്ങൾ ഈ പദ്ധതി ഉപേക്ഷിക്കുന്നു എന്ന്. 2013 തന്നെ ഇത് ഏകദേശം അവസാനിപ്പിച്ച മട്ടായല്ലോ. അന്ന് ഇവരാണല്ലോ ഇവിടെയും അവിടെയും ഒക്കെ. നിങ്ങൾ ഉൾപ്പെടെ ജോലി ചെയ്ത ഒരു സ്ഥാപനം മീഡിയ വൺ. ഞാൻ ഇപ്പോൾ നോക്കിയപ്പോൾ അതിലൊരു വാർത്ത 2014 നവംബർ മാസം 25-ാം തീയതി വന്നത്.
അതിൽ പറഞ്ഞത് കേരളത്തിൽ 7 ഹൈവേ വികസന പദ്ധതി ഉപേക്ഷിച്ചു എന്നുള്ളതാ. കേന്ദ്ര ഗവൺമെന്റ് 7 ഹൈവേ പദ്ധതികൾ ഉപേക്ഷിച്ചു എന്ന് ഇന്ത്യ വിഷൻ വാർത്ത അന്ന്. അങ്ങനെ കേരളത്തിൽ ഒരു ഹൈവേ പദ്ധതിയോ മറ്റേതെങ്കിലും വികസന പദ്ധതികളോ ശരിയായ രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നത് ഇവിടെ. അതിനൊരു ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ് ഇല്ല. ആ സാഹചര്യമാണ് മാറിയത് 2016 മുതൽ. ഇച്ഛാശക്തിയോടുകൂടി നല്ല ആർജവത്തോടുകൂടി വികസനം മുന്നിൽ കണ്ട് പ്രവർത്തിക്കുക. ഇങ്ങനെയുള്ള അപകടങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. സ്വാഭാവികമായിട്ടും കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ NHAയുടെ ഒക്കെ ഉദ്യോഗസ്ഥർ വലിയ കൃത്യമായ പരിശോധന നടത്തി അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇത് നടത്തുക, ഇത് പ്രാവർത്തികമാക്കുക എന്നുള്ളൊക്കെ ബോധ്യത്തിലാണ് നമ്മൾ ഇടപെടുക. അങ്ങനെ ഒരു അപകടം നടന്നപ്പോഴേക്കും കിട്ടിപ്പോയി, ലോട്ടറി അടിച്ചു എന്നുള്ള തരത്തിൽ തുള്ളിച്ചാടുകയാണ്. അങ്ങനെ തുള്ളിച്ചാടരുത്. ഇത് നമ്മുടെ നാടിന്റെ പ്രശ്നമാണ്. ഞാനും നിങ്ങളും എല്ലാവരും യാത്ര ചെയ്യുന്ന റോഡാ. മുഖ്യമന്ത്രി ആയാലും നാട്ടിലെ സാധാരണക്കാരനും ഒക്കെ ആവശ്യം വന്നാൽ ഉപയോഗിക്കേണ്ട റോഡുകളാണിത്. ഈ റോഡിന്റെ വിവിധ റീച്ചുകൾ പല ഭാഗങ്ങളിൽ ഇവിടെ കഴക്കൂട്ടം ഉൾപ്പെടെ തുറന്നു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇവിടെയാണ് 93-94% പൂർത്തീകരിച്ച ഒരു റോഡിൽ അപകടമുണ്ടായത്. അത് പരിഹരിക്കണം. അത് പരിഹരിച്ച് കേരളത്തിന്റെ ഈ വികസനം മുന്നോട്ട് പോകണം. കേരളത്തിൽ ദേശീയപാത വരണം. അതിനാവശ്യമായ ഇടപെടലുകൾക്ക് തന്നെയാണ് വളരെ പോസിറ്റീവായിട്ട് ഞങ്ങൾ നേതൃത്വം കൊടുക്കുക. ശരി, ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി, അപകടമുണ്ടായി, അവിടെ പരിശോധന ഉണ്ടാവണം. അവിടെ ആ നിർമ്മാണ പ്രവർത്തനം അല്ല വേണ്ടതെങ്കിൽ ബദൽ ഇപ്പോഴുള്ള നിർമ്മാണ പ്രവർത്തനത്തെ മാറ്റി എന്താണോ പുതിയതായി ചെയ്യാൻ കഴിയുക അതൊക്കെ ചെയ്യണം. അതിൽ നിന്നും ഒരു തർക്കവുമില്ല. പക്ഷേ നോക്കൂ, ഈ ഹൈവേ എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും അനിവാര്യമായ കാര്യമല്ലേ? ഓരോ ജംഗ്ഷനിലും പ്രതിഷേധവും ജനകീയ സമിതിയും കേസും ഹൈക്കോടതി കേസും ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഇത് അനന്തമായി നീണ്ടുപോയിക്കൊണ്ടിരിക്കും. നമ്മുടെ നാട്ടിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റ് സ്ഥലത്തെത്താനുള്ള താമസം അറിയാലോ. കോഴിക്കോട് നിന്ന് തൊട്ടടുത്ത ജില്ലയായ കോഴിക്കോട് നഗരത്തിൽ നിന്ന് എത്തണമെങ്കിൽ 5-6 മണിക്കൂർ വേണ്ട സമയമുണ്ടായിരുന്നു. ഈ ഹൈവേ പൂർത്തീകരിച്ചാൽ 2 മണിക്കൂർ കൊണ്ട് എത്തും, അല്ലെങ്കിൽ ഒരുപക്ഷെ അതിൽ താഴെ സമയം കൊണ്ടെത്തും. നമുക്കറിയാം. അതുപോലെയാണ് കേരളത്തിലെ എല്ലായിടത്തും. മലബാറിലായിരുന്നു ഏറ്റവും കൂടുതൽ യാത്രാക്ലേശം. ഇത് പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഇങ്ങനൊരു അപകടം വന്നു. ആ അപകടം നടന്ന സ്ഥലത്ത് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ വേണം. യുദ്ധകാലാടിസ്ഥാനത്തിൽ ആ റീച്ച് പൂർത്തീകരിക്കണം എന്നുള്ളതിനപ്പുറത്ത് മൊത്തം പ്രശ്നമാണെന്ന് പറഞ്ഞ് സമരത്തിന് പോകാൻ ഒരുങ്ങുന്നുണ്ടോ? അങ്ങനെ പോയാൽ വീണ്ടും ഇതിങ്ങനെ നീണ്ടുപോയിക്കൊണ്ടേയിരിക്കും. അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ഇത് നീണ്ടുപോയാൽ പ്രത്യേകിച്ച് ആർക്കും നഷ്ടമൊന്നുമില്ല. പക്ഷേ ജനങ്ങൾ വലിയ തോതിൽ ബുദ്ധിമുട്ടും. അതെൻ്റെ സുഹൃത്ത് വസീഫ് അദ്ദേഹത്തിന് പഴയ എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞതാകും. കാരണം എറണാകുളത്ത് എയർപോർട്ട് വരാൻ വേണ്ടി അന്ന് മുൻകൈ എടുത്തപ്പോൾ ആ വയലിൽ പോയി കിടന്നിട്ട് ഈ ഞങ്ങളുടെ ശവശരീരത്തിലല്ലാതെ വിമാനം ഇറക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ഇപ്പോഴുള്ള നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തീർത്ത് നാം ആരും മറന്നിട്ടില്ല. വിഴിഞ്ഞത്ത് കടൽക്കൊള്ള നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനോട് പ്രതിഷേധിച്ചത് നമ്മളാരും മറന്നിട്ടില്ല. മെട്രോ വരുന്ന ഘട്ടത്തിൽ അതിനോട് വിയോജിപ്പ് കാണിച്ചിട്ടുണ്ട്. കണ്ണൂർ എയർപോർട്ട് വരുമ്പോൾ അതിനോട് പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറയട്ടെ, ഇങ്ങനെയുള്ള ഓരോ വികസന പദ്ധതികളോടും വിയോജിപ്പ് എല്ലാ കാലത്തും കാണിച്ചു. അങ്ങ് പറഞ്ഞ തീരദേശ പാതയുടെ ആദ്യത്തെ റീച്ച് ഉദ്ഘാടനം ചെയ്തത് കൂട്ടായിൽ നിന്ന് പറവണ്ണ വരെയാണ്. അത് ശ്രീ ഉമ്മൻചാണ്ടിയാണ്. ഞാൻ പറയുന്നത് വികസന രംഗത്തോട്, വികസന പദ്ധതികളോട് എല്ലാ കാലത്തും എടുത്ത സമീപനം മറക്കരുത്. ഇവിടെ ഞങ്ങൾ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് ഏകദേശം 1600 കിലോമീറ്ററിലധികം 5 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു പാതയാണിത്. അതാണല്ലോ ദേശീയപാത 66. അതിൽ കേരളത്തിൽ ഏകദേശം 600 കിലോമീറ്ററോളം കേരളത്തിലാണ്. ഈ കേരളത്തിൽ ഈ വർക്ക് നടക്കുന്ന ഘട്ടത്തിൽ ഞങ്ങൾ വെറുതെ പറഞ്ഞതല്ലല്ലോ. കേരളത്തിൻ്റെ പൊതുമരാമത്ത് മന്ത്രി ദിനേന വന്ന് ഈ രാജ്യത്തെ വീഡിയോകളിലൂടെ ജനങ്ങളോട് സംസാരിച്ച എന്താണ്? നിങ്ങളൊക്കെ കയ്യിൽ വാട്സപ്പ് ഉണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞത് ഞാനും ഇവിടുത്തെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഉന്നത സാങ്കേതിക വിദഗ്ധന്മാരടങ്ങുന്ന സംഘവും ദിനേന ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് ഇത് പരിശോധിക്കുകയാണ്. ദിനേന പരിശോധിച്ചുകൊണ്ട് ഇതിൻ്റെ ഓരോ പ്രവർത്തനവും ഞങ്ങൾ ഉറപ്പുവരുത്തിയിട്ട് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അവിടെ ഇരുന്ന് ഇത് കോർഡിനേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ദൈനംദിനം ഞങ്ങൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു എന്ന് ഇവിടുത്തെ ജനങ്ങളോട് പറഞ്ഞതാരും മറന്നിട്ടില്ല. ഇപ്പം നിങ്ങൾ പറയുന്നത് സ്ഥലം എടുത്തു കൊടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം മാത്രമേ ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ കേന്ദ്രമാണ് എന്നാണ്. ഞാൻ പറയുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ആര് കുത്തിയാലും അരി ഒളുക്കണമെന്ന്. ഇത് കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ് വസീഫെ. അങ്ങ് മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ഞാൻ പറയുന്നത് ഈ റോഡ് പ്രവൃത്തി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ റോഡ് പ്രവൃത്തി നോണയല്ല. ഇത് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം വാട്സപ്പില്. ഞാൻ വാട്സപ്പിലാണ് കാണിച്ചു തരാം. അത് ഇപ്പൊ കാണിച്ചു തരാം. ഇത് മാത്രമല്ല, ഇവിടുത്തെ റോഡുകള് ഇതിന്റെ പദ്ധതി പദ്ധതിയുടെ നടത്തിപ്പ്, അതിന്റെ സുരക്ഷയും ഒക്കെ ഇടതുപക്ഷ ഗവൺമെന്റ്, കേരള ഗവൺമെന്റ് ആണോ നടപ്പിലാക്കി? അങ്ങനെ മുഹമ്മദ് റിയാസ് പറഞ്ഞോ?
എന്താ നിങ്ങൾ ഈ പറയുന്നത്? എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ വസീഫ് റിയാസിന്റെ വാക്കുകൾ മുഖ്യമന്ത്രി മുഹമ്മദ് റിയാസും ഒക്കെ തന്നെയാ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ മനോരമയിൽ വന്ന വാർത്ത പോലെ അസ്വസ്ഥതയാണ് കൊടുത്തത്, കൺസൾട്ടൻസിയും ഒക്കെ. അതിന്റെ കൺസൾട്ടൻസി പോലെയുള്ള ആളുകൾ തേർഡ് റൈറ്റ് പച്ചപ്പടയിലെ പച്ചപ്പടയെ പോലെ പാണക്കാട് ശബ്ദം പോലെ യൂണിവേഴ്സിറ്റിയിൽ അഭിരമിക്കല്ലേ? നിങ്ങൾ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ അഭിരമിക്കല്ലേ? നിങ്ങൾ ഉപേക്ഷിച്ചു പോയ പദ്ധതി, നിങ്ങൾ അവസാനിപ്പിച്ച പദ്ധതി, അത് ഇച്ഛാശക്തിയോടുകൂടി കേരളത്തിൽ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ ഒരു ഗവൺമെന്റ്, അത് പിണറായി വിജയൻ ഗവൺമെന്റാ. അത് 2016 തുടങ്ങിയ ഗവൺമെന്റ് 2019 ആരംഭിച്ചത്. അതിനുശേഷം മുഹമ്മദ് റിയാസ് മന്ത്രി. നിങ്ങൾക്ക് ഇപ്പൊ ഇതിന്റെ വീഡിയോ റോഡ് ഇതൊന്ന് കേൾക്കാൻ അനുവദിക്ക്. അല്ല, ഇത് വസീഫ് കേൾക്കാൻ അനുവദിക്ക്. അങ്ങനെ ചോദിച്ചേ അത് റിയാസ് പറയുന്നത് കേൾക്കോ? പൂർണ്ണമായി കേൾക്ക്, പൂർണ്ണമായി കേൾക്ക്. ശരി, അബ്ദുറഹ്മാൻ എന്താ റിയാസ് എന്താ പറയുന്നത്? വസീഫ ഇതാ ഞാൻ കാണിക്കാം. റിയാസ് റോഡ് സന്ദർശിച്ചില്ല, റിയാസ് പറയുന്നത് ഞാൻ ഞങ്ങൾക്കില്ല. പക്ഷെ ഇതിന്റെ സുരക്ഷിതത്വമായാലും ഇതിന്റെ എഞ്ചിനീയറിംഗ് വിങ് ആയാലും ഇതിന്റെ കരാറായാലും എല്ലാം ആരാ നടത്തുന്നത്? അത് കേന്ദ്ര ഗവൺമെന്റാ. അതിപ്പോ നേരത്തെ എന്നൊന്ന് പറയാനുദിക്കോ? അത് റിയാസിന് അറിയാത്തതാണോ? ശരി, പറയട്ടെ ശ്രീവാസ്, എന്നൊന്ന് പറയാനുദിക്കോ? വസീഫെ ഇതുപോലെ ഓരോ വീഡിയോ വസീഫ് പറയാനുദിക്കുന്നില്ലല്ലോ. വസീഫിന്റെ അഭിലാഷ് ഇത് ഒരു സെക്കൻഡ് കേൾക്കാമല്ലോ, അതിനുശേഷം സമയമുണ്ടല്ലോ. പ്രശ്നം 3ാം ടേമിലേക്ക് പോകുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് ആണ്. അപ്പൊ കൂരിയാട് എന്ന് പറയുന്ന നിങ്ങളുടെ എംപിയും നിങ്ങളുടെ MLA ഒക്കെ ഉള്ളതായ സ്ഥലങ്ങളിൽ ഞങ്ങള് നിങ്ങൾ പറയുന്ന ഞാൻ കേട്ടു. അല്ല, അദ്ദേഹം എന്താണ് പറയാനുദിക്കണം? എന്താ പ്ലേ ചെയ്തത് കേൾക്കാലോ? അങ്ങനെയുള്ള വീഡിയോ അത് പൂർണ്ണമായും ഇവരുടെ വയക്കിളികൾ ബംഗാളിൽ നിന്ന് ഒരു പിടി മണ്ണ് കൊണ്ടുവന്ന് പ്രസംഗിച്ചത് ഇത് കേൾക്ക്. ഞാനും സംഗീതം അനുവദിക്കില്ല, എനിക്കറിയാം. ഞാനും സംഘവും ഇത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. സംഘവും ഇത് മുഖ്യമന്ത്രി കോർഡിനേറ്റ് ചെയ്യുന്നു, ഒന്നിച്ച് വിഴുകുന്നു എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലെന്നോ? ശരി, അപ്ലൈ ചെയ്തോളൂ. അബ്ദുറഹ്മാൻ ചെയ്തോളൂ. നിങ്ങൾ ചാനൽ ചർച്ചയ്ക്ക് തെറ്റ് അതിനെന്താ അനുവദിച്ചില്ലല്ലോ? അതിനെന്താ തെറ്റ്? നിങ്ങൾ റോട്ടിൽ കുത്തിരിക്കുക. ആരോഗ്യകരമായ ചർച്ചയെ നുണ പറഞ്ഞ് നിഷേധിച്ചുകൊണ്ട് അങ്ങനെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? ഈ നുണ പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ ചെയ്തിട്ടില്ല. അഭിലാഷ് പരിശോധിച്ചോളൂ. അഭിലാഷ് പരിശോധിക്കട്ടെ. ശരി, താങ്കൾ കുഴപ്പമില്ല. ശരി, അയച്ചോളൂ. ഒരിക്കലുമല്ല. ഇത് നിങ്ങൾ രണ്ടുപേരും കൂടി പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ലല്ലോ. പരിശോധിക്കട്ടെ. പരിശോധിക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അല്ല, അദ്ദേഹം പറയാനുള്ളത് പറയട്ടെ, അതിനുശേഷം താങ്കൾക്ക് പറയാലോ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കട്ടെ. ശരി, അങ്ങനെ നിങ്ങൾ അവസരം തരുമോ? തരാം. ആദ്യം എന്താണ് എനിക്ക് അവസരം തരണോ? ശരി, ഓക്കെ, പറഞ്ഞോളൂ. അബ്ദുറഹ്മാൻ വേഗം താങ്കളുടെ പോയിന്റ്. 1 മിനിറ്റ്. പറയണോ കാണിക്കണോ? പറയോ കാണിക്കോ, രണ്ടായാലും കുഴപ്പമില്ല. ഇതിന്റെ പ്രവൃത്തി, ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നത്, ഇതിനൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രി. ഇനി വേണം കേക്ക് ആദ്യം മുതലുണ്ടോ? ഞാനുൾപ്പെടെ ഞങ്ങൾ എല്ലാവരും ഒരു ടീമായി സഞ്ചരിച്ചുകൊണ്ട് പരിശോധിക്കുന്നുണ്ട്. ഞങ്ങൾ ഫീൽഡിൽ സ്ഥിരമായിട്ട് പോകുന്നുണ്ട്. എല്ലാ മാസവും ഞങ്ങൾ ഇതിന്റെ റിവ്യൂ നടത്തിയിരുന്നു. ഇത് കംപ്ലീറ്റ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് സംസ്ഥാനത്തെ പൊതു മരാമത്ത് വകുപ്പാണ്. കേരളത്തിന്റെ മുഖച്ഛായ മാറുന്ന പദ്ധതിയാണ് ഇതെല്ലാം.
അല്ല, ഇത് ദേശീയപാതയെ കുറിച്ചാണോ? ഇത് കംപ്ലീറ്റ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണ് പോകുന്നത്, ഇതിനൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത്. ദേശീയപാതയെ കുറിച്ച് ശരി പറഞ്ഞോളൂ. ദേശീയപാതയെ കുറിച്ച് പിന്നെ ശരി, ഓക്കെ, പറഞ്ഞോളൂ ശ്രീ വസീഫ്. ഒരു മിനിറ്റ് കൊണ്ട് തീർക്കണേ. ഇനി ഇവിടെ നോക്കൂ, ഈ പറഞ്ഞതിൽ എന്താ തെറ്റ് മിസ്റ്റർ അബ്ദുറഹ്മാൻ അണ്ടത്താണി? ഇവിടെ എന്താ തെറ്റ്? ഇവിടെ കേരള ഗവൺമെന്റിന് ഉത്തരവാദിത്തമുണ്ട്. എന്താ ഉത്തരവാദിത്തം? ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കേരളത്തിലൂടെയാണോ? നേരത്തെ നിങ്ങൾ ഉപേക്ഷിച്ചതാണ്. നിങ്ങൾ ഉപേക്ഷിച്ച പദ്ധതിയാണ്. നിങ്ങൾ ഉപേക്ഷിച്ച് ഇത് നടക്കില്ല എന്ന് വിചാരിച്ച് ഒഴിവാക്കിയ പദ്ധതി ഞങ്ങൾ നടപ്പിൽ വരുത്താണ്. ആ സമയത്താ ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ ബഹളം വെക്കല്ലേ. നിങ്ങളുടെ MLA-മാര് ജമാഅത്തെ ഇസ്ലാമിയെയും SDPI-യെയും ഒക്കെ കൂട്ടിച്ചേർത്ത് കേരളത്തിലുടനീളം പറ്റാവുന്ന തരത്തെല്ലാം നിങ്ങൾ ഒടക്കി വെക്കാൻ, നിങ്ങൾ ബെടക്കാക്കാൻ, നാശമാക്കാൻ ഇറങ്ങി പുറപ്പെട്ടവരാ. നിങ്ങൾ നിസ്കാര സമരം പോലും നടത്തിയിട്ട് വികസനം മുടക്കിയവരാ. പൈപ്പ് ലൈനിലാണ്, ഇതിലല്ല, ദേശീയപാതയിലല്ല. ഓക്കെ, നമ്മളിപ്പോ ദേശീയപാത തകരുന്നതാണല്ലോ വിഷയം. ആരാണ് ക്രെഡിറ്റ് എടുക്കേണ്ടത്? ദേശീയപാതയിൽ നിരവധി കേന്ദ്രങ്ങളിൽ ശരി, ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് വേണ്ടി ശ്രീധർ. ഇപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ ദേശീയപാത വേണോ വേണ്ടയോ എന്നുള്ള ചോദ്യമോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഓൾട്ടർനേറ്റായ വേ ഉണ്ടോ എന്നുള്ള ചോദ്യം ഒന്നും പ്രസക്തമല്ല. കാരണം 75% പണിയും പൂർത്തീകരിച്ചു, ചിലയിടത്ത് 90% മുകളിലെത്തി. അപ്പോൾ ഈ പ്രശ്നമുണ്ടായ ഇടങ്ങളിൽ എന്ത് പരിഹാരം എന്നുള്ളതാണല്ലോ പ്രശ്നം. അപ്പോൾ എന്തായാലും ഈ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട് ദേശീയപാത അതോറിറ്റി. കേന്ദ്ര ഉപരിതല മന്ത്രാലയം അക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഇനി ഇപ്പോൾ നടന്നിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? അല്ല, അതിലേക്ക് വരുന്നതിന് മുമ്പേ ഈ പറഞ്ഞതിനകത്ത് ഒരൊറ്റ കമൻറ്റ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പാർട്ടികളെല്ലാവരും കൂടെ അവരുടെയൊക്കെ ഈ ഇച്ഛാശക്തിയാണ് ഇപ്പോൾ നമ്മൾ പേടിക്കേണ്ടത്. കാരണം ഇങ്ങനെയാണ് ഇച്ഛാശക്തിയെങ്കിൽ കേരളം മുങ്ങിപ്പോവുകയുള്ളൂ. അപ്പോൾ ഇച്ഛാശക്തി മാത്രം പോരാ, വിവേകവും പരിസ്ഥിതിയെക്കുറിച്ച്, ജലനിർഗമന മാർഗങ്ങളെക്കുറിച്ച്, കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ചൊക്കെ നല്ലപോലെ മനസ്സിലാക്കി. അത് പറയുമ്പോഴത്തേക്കും മൗലികവാദമാണ്, തീവ്രവാദമാണ്, ഇത് പരിസ്ഥിതി തീവ്രവാദമാണ്, അവരെ കടിച്ചോടിക്കണം, കീഴാറ്റൂരിലൊക്കെ ഗവൺമെൻറ് ചെയ്തതുപോലെ തന്നെ അങ്ങനെയൊന്നും അല്ല കൈകാര്യം ചെയ്യേണ്ടത്. തന്നെ അതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് ശാസ്ത്രീയമായി തന്നെ ഇവരും മനസ്സിലാക്കേണ്ടതുണ്ട്. നിർഭാഗ്യവശാൽ രാഷ്ട്രീയക്കാർക്ക് അവിടെ നിന്നാണ് തുടങ്ങാൻ പരിഹാരം എന്ന് പറയുന്നത്. നിർഭാഗ്യവശാൽ രാഷ്ട്രീയക്കാർക്ക് അത് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഇച്ഛാശക്തി ഗുസ്തി നടക്കുന്നത്. എനിക്കാണോ കൂടുതൽ ഇച്ഛാശക്തി, നിങ്ങൾക്കാണോ? പക്ഷേ ഇത് മുഴുവനും സംഭവിക്കാൻ പോകുന്നത് കേരളത്തിൻ്റെ ദുരന്തത്തിലേക്കാണ്. ഉദാഹരണത്തിന് വരാൻ പോകുന്ന മറ്റ് ഔട്ടർ റിംഗ് റോഡ്, ഇങ്ങനെയാണ് അത് ചെയ്യുന്നതെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കുക. അപ്പോൾ അത് ഒന്നാമത്തെ പ്രശ്നമാണ്, അത് വിടുക. ഇതിലെന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത്. അപ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ ഇതിനെ കാണാം. ഇമ്മീഡിയറ്റായിട്ട് ഷോർട്ട് ടേം ആയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലെനിക്ക് ഒന്നാമത് പറയാനുള്ളത്, ഇത് ഈ കംപ്ലീറ്റ്, അതായത് തെക്ക് വടക്ക് മുഴുവനായിട്ട് കെട്ടുന്നുണ്ട്. അതിനകത്ത് ഒരുപാട് എംബാങ്ക്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡിസൈനും ഇതിൻ്റെ സ്ട്രക്ചറലായിട്ടുള്ള വിഷയങ്ങൾ, ഡ്രെയിനേജ്, വാട്ടറിൻ്റെ ഡ്രെയിനേജിൻ്റെ ഒരു സ്വതന്ത്രമായിട്ടുള്ള വിദഗ്ധരുടെ, അത് NHI മാത്രം പോരാ, ഗവൺമെൻറ് കേരളത്തിൻ്റെ വിദഗ്ധർ വേണം. അല്ലാതെ ഈ IIT പോലത്തെ ഇതിന് നല്ല സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് അറിയാമെന്നുള്ളവർ വേണം. ഒരു സ്വതന്ത്രമായിട്ടുള്ള ഓഡിറ്റിംഗ് ആവശ്യമാണെന്നുള്ളതാണ്. അത് കാണുകയും ഓരോയിടത്തും എന്ത് പരിഹാരം, ഹൈഡ്രോളജിക്കൽ ഫ്ലോവിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ട എന്ത് പരിഹാരം, അതിപ്പോൾ നേരത്തെ ഇദ്ദേഹം ആരോ പറഞ്ഞതുപോലെ അതിനി തിരിച്ച് പില്ലറിലാക്കണോ, അതേ ഇതിപ്പോൾ വയലുകളിലൂടെ പണിഞ്ഞു, അത് മുഴുവൻ തിരിച്ച് മാറ്റിയിട്ട് പില്ലേഴ്സിൽ ചെയ്യണോ, അത്തരത്തിൽ, അല്ലെങ്കിൽ വയാഡക്റ്റ് വേണമോ, അത് വേണം. രണ്ടാമത്തത്, അതുവരെയെങ്കിലും ടോൾ അത് നിർത്തിവെക്കണം എന്നുള്ളതാണ്. 3, ഈ ടെമ്പററി ആയിട്ട് ഇപ്പോൾ അടുത്ത മഴക്കാലം മഴ വരാൻ പോവുകയാണ്. അപ്പോൾ ടെമ്പററി ആയിട്ടെങ്കിലും ഈ ഹൈഡ്രോളജിക്കൽ ഫ്ലോയിന്, അതിന് നമ്മൾ റിലീഫ് എന്ന് പറയും, ഒരു ഹൈഡ്രോളജിക്കൽ റിലീഫ് ഇൻഫ്രാസ്ട്രക്ചർ ഇതിനാവശ്യമായി വരും. അല്ലെങ്കിൽ ഒരുപാട് ഈ സർവീസ് റോഡ്സ് അടക്കം വെള്ളത്തിൻ്റെ അടിയിലാവും എന്നുള്ളതാണ്. ഇപ്പോൾ നോക്കിയാൽ മതി, എല്ലായിടത്തും ഇപ്പോൾ നമ്മൾ മാഹി ബൈപ്പാസ് എടുക്കുക, പുഴ പോലെയാണ് മുകളിൽ ഒഴുകുന്നത്. ഇത് മുഴുവനും സർവീസ് റോഡിലേക്ക് കുത്തി ഒലിച്ച് ഒഴുകും. അപ്പോൾ സർവീസ് റോഡ് മൊത്തം വെള്ളത്തിലാവും. അതിനെ എങ്ങനെ ഡ്രെയിൻ ചെയ്ത് കളയാനായിട്ടുള്ള ഒരു ടെമ്പററി ഇൻഫ്രാസ്ട്രക്ചർ, ഹൈഡ്രോളജിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ വേണ്ടി വരുന്നുള്ളതാണ്. 4മത്തത്, അടിയന്തിരമായിട്ട് ഇവരുടെ, അതായത് ഈ സിൽവർ ലൈൻ്റെ DPR പുറത്ത് ഗവൺമെൻറ് തരൂല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പുറത്ത് വിട്ടത് കൊണ്ട് മാത്രമാണ് നമുക്ക് മനസ്സിലായത് ഇത്രയും കുഴപ്പം അതിനകത്തുണ്ടെന്നുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ DPR, ഓഡിറ്റ് റിപ്പോർട്ടുകൾ, ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്സ്, ഇപ്പോൾ ചെയ്യുന്ന ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്സ്, എന്തിന് കോൺട്രാക്റ്റിൻ്റെ പെർഫോമൻസ് ഡേറ്റ വരെ പുറത്ത് വിടണം എന്നുള്ളതാണ്. ജനം വിലയിരുത്തട്ടെ എന്നുള്ളതാണ്. ഇത് ടെമ്പററി ആയിട്ടുള്ളത്. പെർമനൻ്റ് ആയിട്ട് 2 കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത്. ഒന്ന്,
ഇനിയെങ്കിലും അതായത് ORRൽ നമ്മുടെ ഔട്ടർ റിംഗ് റോഡ് അടക്കമുള്ള വരുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡിസൈനിൽ അങ്ങനത്തെ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും ഈ സെൻട്രൽ ടെംപ്ലേറ്റ് കേന്ദ്രത്തിൻ്റെ ഒറ്റ ടെംപ്ലേറ്റിൽ പോകാതെ ഈ പ്രദേശത്തിന് പറ്റിയ തരത്തിൽ അതിനെ കംപ്ലീറ്റ്ലി റീഡിസൈൻ ടോപ്പോഗ്രാഫി സോയിൽ ഇനി ഇങ്ങനെ ഒരു അബദ്ധം പറ്റരുത് എന്നുള്ളതുകൊണ്ട് അത് ചെയ്തിരിക്കണം. നെൽവയൽ നീർത്തട സംരക്ഷണം എന്ന് പറയുന്നത് നമുക്ക് കേരളത്തിൽ നിയമമുണ്ട്. അത് അട്ടിമറിച്ച പിണറായി ഗവൺമെൻറ്റാണ്. അതിന് കാരണം ഇവർ അട്ടിമറിച്ചത് കൊണ്ടാണല്ലോ NHA എല്ലാ വയലുകളിലും ഇതങ്ങ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അതിന് ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുത്തത് ഇപ്പോൾ വസീഫ് എത്ര ക്ലെയിം ചെയ്താലും ഈ പിണറായി ഗവൺമെൻറ് സിംഗിൾ ഹാൻഡഡ്ലി റെസ്പോൺസിബിളാണ് നമ്മുടെ നെൽവയലുകളിൽ NH പോലും കൺസ്ട്രക്ട് ചെയ്യാൻ കാരണം കേരളം അനുവദിച്ചു കൊടുത്തത് കൊണ്ടാണ്, ആ നിയമത്തെ അട്ടിമറിച്ചത് കൊണ്ടാണ്. അപ്പോൾ അത് നമ്മൾ തിരിച്ച് റീഇൻസ്റ്റേറ്റ് ചെയ്യണം. കമ്മ്യൂണിറ്റി മോണിറ്ററിംഗ് ഭയങ്കര ആവശ്യമാണ്. കാരണം ജനമാണ് ഇതിനകത്ത് കുറ്റം കണ്ടുപിടിച്ചത്. അത് നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. ശരി, നമുക്ക് അവസാനമായി KVS, ഇപ്പോൾ ഈ പറഞ്ഞ റിപ്പോർട്ടുകളും DPR ഒക്കെ ജനങ്ങൾ കൂടി കാണുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? അത് വരട്ടെ. അതുപോലെ തന്നെ ഓരോ സംസ്ഥാനത്തിനും ഇപ്പോൾ താങ്കൾ പറഞ്ഞു കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഹൈവേ പണിയുന്നു. ഓരോ സ്ഥലത്തിൻ്റെയും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ പലതായിരിക്കുമല്ലോ. അപ്പോൾ പറ്റുന്ന ഓരോ സ്ഥലത്തിനും ഇണങ്ങുന്ന ഡിസൈൻ എന്നുള്ളത് സ്വീകരിച്ചാൽ എന്താണ് കുഴപ്പം? അല്ല, അതൊക്കെ വേണം അഭിലാഷേ, അതൊക്കെ ഉണ്ടാവും, അതൊക്കെ പരിശോധിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഈ ദേശീയപാത തന്നെ പൻവേലിൽ നിന്ന് തുടങ്ങുന്നതാണ്, ഇടപ്പള്ളിയിൽ നിന്ന് കന്യാകുമാരി വരെ, അതുപോലെ ഇടപ്പള്ളിയിൽ നിന്ന് നമ്മുടെ വാളയാർ വരെ. കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട് ഈ റോഡ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ഓരോരോ പുതിയ ഇഷ്യൂസ് ഉണ്ടാക്കി പരിസ്ഥിതിവാദികൾ കോടതിയിൽ പോവുകയും കുഴപ്പമുണ്ടാക്കുകയൊക്കെ ചെയ്തിട്ട് കേരളത്തിൻ്റെ മുഴുവൻ വികസന പദ്ധതികൾ തടസ്സപ്പെടുന്ന അവസ്ഥ ഉണ്ടായിക്കൂടാ. അവിടെയാണ് രാഷ്ട്രീയമായിട്ടുള്ള ഒരു മാനസിക ഐക്യം പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും എല്ലാവർക്കും ഉണ്ടാകേണ്ടത്. ഇത് തടസ്സപ്പെട്ടു പോയാൽ, ഇത് അപകടത്തിലായി പോയാൽ ഇത് മുഴുവൻ വഴിയാധാരമാകും. പരിസ്ഥിതിവാദികളുടെ ഇടയിൽ പല തരക്കാരുണ്ട്. കർശന നിലപാടെടുത്തിട്ട് എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ഒരു കൂട്ടര് കേരളത്തിലുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. പക്ഷേ ഈ പദ്ധതി നടപ്പിലാക്കാൻ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധം, കേരളത്തിലെ ജനതയ്ക്ക് ഉപകാരപ്രദമാകും വിധം ഇത് നടപ്പിലാക്കാനുള്ള ഒരു കോൺസെൻസസ്, ഒരു രാഷ്ട്രീയമായ മനസ്സ് ഇല്ലെങ്കിൽ ഈ പദ്ധതി അവതാളത്തിലായി പോകും. നമ്മൾ അല്ല, ഇതിപ്പോ ഇപ്പോഴും പരിസ്ഥിതി പ്രവർത്തകരെ ചീത്ത വിളിക്കാനാണ് അവര് താല്പര്യപ്പെടുന്നത്. എന്തൊരു കഷ്ടമാണെന്നറിയാമോ? ഇത്രയും ചൂണ്ടിക്കാണിക്കുന്നത്, ഇത്രയും തെറ്റുകൾ ഉണ്ട്, അത് തിരുത്തണമെന്ന് ആവശ്യപ്പെടുന്ന ഞങ്ങളോട് ഇത്തരത്തിൽ വിദ്വേഷപരമായിട്ട് പെരുമാറുന്നതിനകത്ത് BJPയും CPM കോൺഗ്രസ് ഒന്നുമില്ല. എല്ലാവരും ഒരുപോലെ. എന്തൊരു കഷ്ടമാണിത്. ശരി, അവസാനിപ്പിക്കേണ്ട സമയമായി. എന്തായാലും ഇപ്പോ വന്നിരിക്കുന്ന തകരാറുകൾ എങ്ങനെ പരിഹരിക്കും എന്നുള്ളതാണ് നമുക്ക് പ്രയോറിറ്റി അടിസ്ഥാനത്തിൽ കാണേണ്ട കാര്യം. വളരെ നന്ദി 4 പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കും. നമസ്കാരം.